കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഈ ജോബ് എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റിയിൽ നിന്നുകൊണ്ട് എന്നാൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം. എന്താണ് ടോപ്പ് 5 സ്കിൽസ്? ഒരു എംപ്ലോയിൽ നോക്കുന്ന ഒരു ടോപ്പ് 5 സ്കിൽസ് ഉണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മേ ബി കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ അലട്ടുന്നത് പ്രവാസികളെയാണ്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് ഒരു ഗൾഫുകാരൻ അല്ലെങ്കിൽ ഒരു ദുബായ്ക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രവാസി എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്നും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവുമ്പം അത് എൻ്റെ റെസ്പെക്റ്റ് കുറയോ, അല്ലെങ്കിൽ നാട്ടിൽ എനിക്കുള്ള നിലയും വിലയും കുറയോ, അല്ലെങ്കിൽ അത് എന്നെ പോസിറ്റീവ്ലി ആയിരിക്കും നെഗറ്റീവ്ലി ആയിരിക്കും അഫക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ഒരു ഫിയർ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കുറച്ചൊന്ന് പഠിച്ചാൽ ഒരുപാട് ഫെയിലിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും എന്നോട് പറയുന്നൊരു സാധനമാണ്, നിങ്ങൾ ഈ ജോലി രാജിവെക്കണതിനെ കുറിച്ചൊന്നും ആലോചിക്കരുത് കേട്ടോ. ഇപ്പോൾ കോൺസ്ട്രക്റ്റീവ് കോൺഫ്രണ്ടേഷൻ ഞങ്ങളതിനെ അങ്ങനെ വിളിക്കാറുള്ളത്. നമ്മളൊരു സാധനത്തെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് കോൺഫ്രണ്ട് കൺസ്ട്രക്റ്റീവ്ലി, ഡിസ്ട്രക്റ്റീവ്ലി അല്ല. പലപ്പോഴും ബിസിനസ് ഉണ്ടാവുന്നത് ബിസിനസ്സുകൾ ആളുകൾ മനസ്സിലാണ്. ഈ മനക്കോട്ട കിട്ടുക എന്നുള്ളത് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് ഉള്ള സാധനമാണ്. ഇത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ 100 റുപ്യ, അപ്പോൾ ഇത് 1000 ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ 1 ലക്ഷം റുപ്യ അല്ലേ, അപ്പോൾ ഇത് 10,000 ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ 10 ലക്ഷം റുപ്യ, അപ്പം ഞാൻ എന്താവും എന്നുള്ള ആ ഒരു സാധനം മൈൻഡിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കരിയറിനെ കുറിച്ച് ഇത്ര ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിച്ച വേറൊരു വീഡിയോ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. കോളേജ് പോകണോ അതോ നമ്മളൊരു സ്കില്ല് അക്വയർ ആണോ വേണ്ടത്? IIT മദ്രാസിൽ നിന്നും ബിടെക്, അത് കഴിഞ്ഞ് ലോകത്തെ തന്നെ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് റെപ്യൂട്ടഡ് കമ്പനി ആയിട്ടുള്ള ഇന്റലിൽ ജോലി. ആ ഡ്രീം ജോബ് ഉപേക്ഷിച്ചിട്ട് പിന്നീട് സ്റ്റാർട്ടപ്പ് ലോകത്തേക്ക് രംഗപ്രവേശനം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് XNYയുടെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള മുഹമ്മദ് അജ്മലാണ്. വെൽക്കം അജ്മൽ ഖാൻ. താങ്ക് യു. പല ചെറുപ്പക്കാരുടെയും ഡ്രീം ആയിട്ടുള്ള ഒരു ജോബാണ് ഇന്ത്യയിൽ പോലത്തെ ഒരു MNCയിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ജോബിൽ എത്തിപ്പെട്ടത്? ഞാൻ എന്താ പറയുക, എനിക്ക് ജെയ്ക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കൊക്കെ കിട്ടി. ഏത് ട്രേഡ് എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട്. നമുക്ക് +2 കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ അന്ന് ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത് നമ്മൾ ഇപ്പോൾ ഒരു 2005 to 10 ആ സമയത്താണ് ഞാൻ 2009 +2 എഴുതുന്നത്. അന്ന് നമ്മുടെ സ്കൂൾസിലൊന്നും കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, ബയോളജി കോമ്പിനേഷൻ മാത്രമേ ഉള്ളത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര പേടിപ്പെടുത്തുന്ന സാധനമാണ്. അല്ലെങ്കിൽ നമുക്കറിയില്ല, കോഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ C++ ഇതൊക്കെ കാണുമ്പോൾ എന്തോ നമുക്കറിയാത്തൊരു സംഭവമാണ്. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കിട്ടുമായിരുന്നു, ഞാൻ എടുത്തില്ല. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് അടുത്ത ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്നുള്ളത്, കാരണം ഫിസിക്സും മാത്സും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ തന്നെ IIT മദ്രാസിൽ ഡുവൽ ഡിഗ്രിയാണ്. ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ BTech MTech കിട്ടും. അപ്പോൾ ഡുവൽ ഡിഗ്രീൻ്റെ ബ്രാഞ്ച് അന്നേ സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ +2 കഴിഞ്ഞിട്ട് MTech ഏത് ചെയ്യണം എന്നുള്ളത് അന്ന് തന്നെ സെലക്ട് ചെയ്യണം ആക്ച്വലി, ഡുവൽ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, VLSI ഡിസൈൻ, ബയോമെഡിക്കൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരൊരാൾ എന്നോട് പറഞ്ഞു വന്ന് VLSI നല്ലതാണ്, അതിൽ പഠിച്ചാൽ ഇന്റലിലൊക്കെ ജോലി കിട്ടും. അപ്പോൾ ഇന്റൽ എന്നുള്ളത് നമ്മൾ അന്ന് ഏതൊരു ഡിവൈസ് എടുത്താലും കാണുന്ന അല്ലേ ഒരു സംഭവമാണ് ഇന്റൽ എന്നുള്ളത്. ഏതൊരു ലാപ്ടോപ്പും ഇന്റൽ ഇൻസൈഡ് എന്നുള്ള. അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു ഡ്രീമായിരുന്നു ഇന്റലിൽ ഒരു ജോലി കിട്ടണം. എനിക്കൊന്ന് തോന്നി ഇത് കൊള്ളാമല്ലോ, ഇന്റലിൽ ഒരു ജോലി എന്നുള്ളത്. നമ്മൾ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത എന്താ ചെയ്യുന്നത്, ഇതെങ്ങനെ ചെയ്യുന്നതെന്നും അറിഞ്ഞിട്ടല്ല. പിന്നെ ആ സ്ട്രീമിലോട്ട് കയറി ഡെഫിനറ്റ്ലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. പിന്നെ VLSI ഡിസൈൻ എന്താണെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ പഠിച്ചു വന്നപ്പോൾ കുഴപ്പമില്ല. അന്ന് പ്ലേസ്മെൻറ്റ്സ് നടക്കുക ഏകദേശം ഒരു ഡിസംബർ സമയത്താണ്, അതായത് ഫൈനൽ സെമസ്റ്ററിന് മുമ്പായിട്ട്. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ്സിന് മുമ്പ് ഈ കമ്പനികളൊക്കെ ഓരോ ടെസ്റ്റ് നടത്തും. ഒരു കമ്പനി നടത്തിയ ടെസ്റ്റിലും ഞാൻ സംഭവം ഷോർട്ട് ലിസ്റ്റ് ആയില്ല. അപ്പോൾ ടെസ്റ്റ് കമ്പനികളെല്ലാം നടത്തുക, ഈ ഔട്ട്സോഴ്സ് ചെയ്തിട്ട്. അപ്പോൾ കുറേ ലെക്ക് ഫാക്ടറിയിൽ ഇൻവോൾവ്. കുറച്ച് ടെക്നിക്കൽ ഉണ്ടാവും, കുറച്ച് മെൻ്റൽ എബിലിറ്റി ഉണ്ടാവും, കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, എന്തും ആവാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചൊരു ഏരിയ എന്നാവില്ല, ചിലപ്പോൾ ടെക്നിക്കലി എന്ത് ചെയ്യുക ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ, പല ടെസ്റ്റുകളും ഔട്ട്സോഴ്സ്ഡ് ആയിരിക്കും. ഈ കമ്പനികൾ അവരുടെ ഒരു കോർ ഏജൻസികൾ, അപ്പോൾ അവർ റാൻഡമായിട്ടൊരു ടെസ്റ്റ് ജനറേറ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. പക്ഷേ തലേ ദിവസം രാത്രി, ഇന്റലിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇൻ്റർവ്യൂ. അപ്പോൾ തലേ ദിവസം രാത്രി എനിക്ക് കോൾ വന്നു, 10 മണിക്ക് കോൾ വന്നു, നാളെ രാവിലെ ഇൻ്റർവ്യൂ, ഒരു 6:15 ഇൻ്റർവ്യൂ, രാവിലെ 6:15. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി എണീറ്റ് ഷർട്ടൊക്കെ തേച്ച് ഓഫ്ലൈൻ ആയിരുന്നു. ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ IITൻ്റെ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു ഡിസംബർ 1 തുടങ്ങും, ഡിസംബർ 2 ഇന്റൽ വരുന്നത്. അതായത് ടോപ്പ് കമ്പനീസാണ് ഫസ്റ്റ് പ്ലേസിൽ വരിക. അപ്പോൾ ഡേ 1 പൊതുവേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ ഗോൾഡ്മാൻ സാക്സ് പോലത്തെ കമ്പനീസൊക്കെ വരാം. പിന്നെ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല, ആ ഭാഗത്തേക്ക് ഉണ്ട്. എനിക്ക് പ്യൂർലി ടെക്നിക്കൽ പോകണമെന്ന് ഇഷ്ടം. അപ്പോൾ സാലറിക്ക് അനുസരിച്ചാണ്. അപ്പോൾ ടോപ്പ് കമ്പനീസ് ഫസ്റ്റ് ഡേ ഏറ്റവും ടോപ്പ് സാലറി എടുക്കുന്ന ആൾ, സെക്കൻഡ് ഡേ അങ്ങനെ ഒരു ഓർഡർ പറയാം. അതെ, CTC ഓർഡറിലായിരുന്നു. അപ്പോൾ ഡിസംബർ 2 സെക്കൻഡ് ഡേ ആണ്. തലേന്ന് രാത്രി 10 മണിക്കാണ്, ഡിസംബർ 1 രാത്രി 10 മണിക്ക് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഒറ്റ കമ്പനിക്ക് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളൂ. വേറെ ഇത് പഠിച്ചത് എന്തായാലും എങ്ങനെയെങ്കിലും ഒപ്പിക്കണം, അത് നമ്മുടെ ഡ്രീം കമ്പനിയാണ്. അങ്ങനെ പോയി. പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയുക, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്കെപ്പോഴും ഇൻ്റർവ്യൂ എനിക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ടെക്നിക്കലി കുറച്ച് സൗണ്ടാണ്, ടെസ്റ്റ് പോലല്ല. ടെസ്റ്റ് കുറച്ചും കൂടി റാൻഡമാണ്. അപ്പോൾ കുഴപ്പമില്ല, 2-3 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അന്ന് തന്നെ ഒരു ഓഫർ ലെറ്ററും തന്നു.
ലൈക്ക് അപ്പോൾ ഒരു ഹാപ്പി ആയി. ഫസ്റ്റ് ജോബ് ലൊക്കേഷൻ ഒക്കെ ബാംഗ്ലൂർ ആയിരുന്നു ഫസ്റ്റ് ജോബ് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ്. കാരണം നമ്മൾ പഠിച്ചിറങ്ങുന്നതിന് 6-7 മാസം മുമ്പ് നമുക്ക് ക്യാമ്പസ് പ്ലേസ്ഡിലാവും. ബാംഗ്ലൂരായിരുന്നു ഫസ്റ്റ് ജോബ് ലൊക്കേഷൻ. അങ്ങനെ എനിക്കൊന്ന് 2015 ജൂലൈയിലാണ് ഞാൻ ഇന്റലിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര കാലം ഇപ്പോൾ ഇന്റലിൽ വർക്ക് ചെയ്തപ്പോൾ? 2015 ജൂലൈ മുതൽ 2015 ജൂലൈ മുതൽ 2025 ഫെബ്രുവരി വരെ ഏകദേശം ഒരു 9.5 വർഷം, ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ബാംഗ്ലൂർ തന്നെ ആയിരുന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ സമയത്ത് ഞാൻ വീട്ടിലോട്ട് പോന്നു. ആ സമയത്ത് പിന്നെ ആളുകൾ ബാക്ക് ടു ഓഫീസ് ആയ സമയത്ത് ഞാൻ മാനേജർ പറഞ്ഞു എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കംപ്ലീറ്റ്ലി റിമോട്ടാക്കി. പിന്നെ ഞാനൊരു 4 വർഷം ഒരു 4 ദിവസം ഞാൻ ഓഫീസിൽ പോയിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി റിമോട്ടായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു 4 ഇയേഴ്സ് കംപ്ലീറ്റ്ലി റിമോട്ടായിരുന്നു. ഈ 10 വർഷം രാജിവെക്കാനാണ് ഓഫീസിൽ പോണത്. 10 വർഷം ഒരു കമ്പനിയിലൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ തലമുറക്ക് എന്തായാലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ 10 വർഷത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈഫ് അറ്റ് ഇന്റൽ അത് ഇന്റൽ ഭയങ്കര ഒരു എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു കമ്പനി ആയിട്ടാണ്. ഐ മീൻ എന്താ പറയുക, എല്ലാ നിലക്കും ഒരു ഇന്ത്യയിലെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പോൾ എസ്പെഷ്യലി ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്നത് പ്രൊഡക്റ്റുകളുടെ ലൈഫ് സൈക്കിൾ എന്നുള്ള ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചിപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം 2-3 വർഷത്തെ ലൈഫ് സൈക്കിളാണ്. അപ്പോൾ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഐ മീൻ കുറച്ച് ഹെക്റ്റിക്കായ സമയം ഉണ്ടാവും, കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സമയം ഉണ്ടാവും. ഇതിങ്ങനെ ഒന്ന് ഇത് ഇന്നവേ എനിക്കൊക്കെ അങ്ങനത്തെ ഒരു വർക്ക് സ്റ്റൈലാണ് എനിക്കൊക്കെ ഇഷ്ടം. ചില സമയത്ത് നമ്മൾ ഫുൾ ഇൻറ്റൻസിറ്റിയിലായിരിക്കും, ചില സമയത്ത് നമുക്ക് കുറച്ചും കൂടി പീസ്ഫുൾ ആവണം. അപ്പോൾ ആ ഒരു മോഡിലായിരുന്നു. പിന്നെ ഇൻ ജനറൽ ഭയങ്കര കുറേയൊക്കെ എനിക്ക് ഫ്ലെക്സിബിലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മേ ബി വേറെ ഏതൊരു കമ്പനിയിലും ഒരു 4 വർഷം ഞാൻ കംപ്ലീറ്റ്ലി റിമോട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മേ ബി പ്രാക്ടിക്കലി പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. എൻ്റെ ഒരു ലിവറേജ്, എൻ്റെ ഒരു എക്സ്പേർട്ടീസിൻ്റെ ലിവറേജ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പ്രാക്ടിക്കലായി അങ്ങനത്തെ ഒരു പോളിസി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആ നിലക്ക് നോക്കുമ്പോൾ ഒരു ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, ഇന്ത്യൻ്റെ ഒരു മോട്ടോണ് GPTW, ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നുള്ളത്. ഒരുപാട് ഏജൻസീസ് തന്നെ ഇന്ത്യനെ റേറ്റ് ചെയ്യുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേസ് ടു വർക്ക് ആയിട്ടാണ്. ആ നിലക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു വലിയ കമ്പനിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ സ്റ്റാർട്ടപ്പും വലിയ കമ്പനിയും തമ്മിൽ എന്തായാലും ഡെഫിനറ്റ്ലി വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ലേണിംഗ് കർവ് എങ്ങനെയായിരിക്കും, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു കോർപ്പറേറ്റ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതും വേറൊരു ടാസ്ക് തന്നെയാണ്. അതിൽ നമ്മളെങ്ങനെ ഒരു കരിയർ ലാഡർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. സോ ഇറ്റ് വാസ് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ അത്രയും കാലം ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നത്, വേറെ എവിടെയും പോവാതെ. ഈ 10 വർഷത്തിനിടയിൽ ഏതായിരുന്നു ആ ഒരു മൊമെന്റ്, ഞാനൊരു സംരംഭകനാവണം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? സംരംഭകനാവണം എന്നുള്ളത് കോളേജിൽ തന്നെ ചിന്തിച്ച് തുടങ്ങിയൊരു സമയമാണ്. എസ്പെഷ്യലി എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അന്നേ ഉള്ള വലിയൊരു ആഗ്രഹമാണ്. കാരണം ഞാൻ 2010 മുതൽ ഞാൻ IIT കയറിയ സമയം മുതൽ ഞാൻ ടീച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെക്കേഷനൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വീടിൻ്റെ അടുത്ത് ഉള്ള കുട്ടികളെ ഒരു ട്യൂഷൻ ക്ലാസ്സസിലൊക്കെ ഞാൻ പോവും. മാത്സും ഫിസിക്സൊക്കെ ഞാൻ പഠിപ്പിക്കും. അപ്പോൾ അന്നേ ഭയങ്കര അതൊരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ IITൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 4 മാസം വെക്കേഷൻ ഉണ്ടാവും. വേറൊരു കോളേജുകൾ IITസിൽ NITസിൽ മാത്രമുള്ളൊരു ഒരു പെക്യുലാരിറ്റിയാണിത്. ഒരു വർഷം 4 മാസം 1/3 വെക്കേഷനാണ്. ഇപ്പോഴും ഉണ്ട്. 1/3 വെക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഇന്റേൺഷിപ്സിന് യൂസ് ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നും നമ്മൾ അങ്ങനെ അന്നൊന്നും ഇന്റേൺഷിപ്സിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പം പഠിപ്പിക്കാന്നുള്ളത് ഇന്നവേ അതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നുള്ളത്. നമ്മളൊരു എഡ്യൂക്കേഷനിലുള്ള പെയിൻ പോയിന്റ്സ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ തുടങ്ങിയത് ആ ഒരു ഫേസിലാണ്. ആ കുട്ടികളെ എസ്പെഷ്യലി ആ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, ഒരു 8-ലും 9-ലും 10-ലുള്ള കുട്ടികളുടെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ്റെ സമയത്താണ് എനിക്കിതിനൊരു പെയിൻ പോയിന്റ്സ് കുറേ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ചെയ്യണം, എസ്പെഷ്യലി ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയ പിന്നെ IIT മദ്രാസ് ഇങ്ങനെ വരുന്നു. ഫ്രണ്ട്സിനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേബിൾ ജോബിൽ കയറിയപ്പോൾ പിന്നെ എന്തായി, സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു കംഫർട്ട് സോണിലോട്ട് കുറച്ച് പോയി. മാത്രമല്ല ജോബിൻ്റെ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുക, കുറച്ചൊരു എഫേർട്ട് നമ്മൾ ഇടേണ്ട ഒരു സമയം കൂടിയാണല്ലോ. നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ കുറേ എഫേർട്ട് ഇടണം. അതിൽ കുറച്ച് മുങ്ങിപ്പോയി. പിന്നെ ഇങ്ങനെ ആക്ച്വലി ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിച്ചാണ്. അത് ഏത് വർഷമാണ് സംഭവിക്കുന്നത്? അത് 2018 ജനുവരിയിലാണ് കല്യാണം. അപ്പോൾ 2017 മിഡൊക്കെ ആകുമ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു സാധനം തുടങ്ങേണ്ടത് എന്താവില്ല, പ്രാക്ടിക്കൽ ആവില്ല. ആ ഒരു സംഭവം മനസ്സിൽ എങ്ങനെയോ കിക്കും ചെയ്തു. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചിലപ്പോൾ നടന്നുകൊണ്ടില്ല. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്
എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം. കല്യാണം കഴിക്കുന്നതിന് മുന്നേ മഹറിനുള്ള കാശ് ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇടണം എന്നുള്ള പറയുന്നത് ആദ്യമായിട്ട്. യെസ്, അപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു സാധനം ഒന്നും അന്ന് അത്ര മൈൻഡിൽ കിക്ക് ചെയ്ത്, പിന്നെ ആ വേർഡൊക്കെ അത്ര ഫെമിലിയറൈസ് ചെയ്ത് വരുന്നുള്ളൂ. ഓക്കെ, കേട്ടിട്ടുണ്ട്, പക്ഷേ ലൈക്ക് നമ്മളും അങ്ങനെ എന്താ പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, അത് ഞാനൊരു ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിക്കൊണ്ട്, ഞാൻ അതിൻ്റെ ഒരു കീ ഡിസിഷൻ മേക്കർ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കുറച്ചൊരു എഡ്യൂക്കേഷണൽ ടോയ്സ് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണം, അതും കരിക്കുലം മാപ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള നിലക്ക് ഞങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. സ്റ്റെം റിലേറ്റഡ് ആയിട്ട് തന്നെ. അപ്പോൾ ഞങ്ങളൊരു കമ്പനി ഇത് പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്തു. അത് സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് കരിക്കുലവുമായിട്ട് ഫുള്ളി മാപ്പ് ചെയ്തു. അങ്ങനെ കല്യാണത്തിൻ്റെ ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ സാധനം എന്തായി, കല്യാണത്തിൻ്റെ 2 ആഴ്ച മുമ്പ് ഈ സംഭവം സെറ്റായി. ഐ മീൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഈ സാധനത്തിലായിട്ട് ഇറങ്ങാൻ ഒരു ടീമിനൊക്കെ സെറ്റ് ചെയ്ത്. ഐ മീൻ ഞാനതൊരു ഫുൾ ടൈം റോൾ ആയിട്ടല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ബിസിനസ്സിലോട്ടുള്ളൊരു എൻട്രി. ഓക്കെ, ഞാൻ എൻ്റെ ജോലി രാജിവെച്ചത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ ഒരു ബിസിനസ്സിലോട്ടൊരു എൻട്രി നമുക്ക് തുടങ്ങി നോക്കാം എന്നുള്ള ആ ഒരു സംഭവം. അങ്ങനെയാണ് സംഭവം എന്ത് ചെയ്യുന്നത്, ഒരു എടുത്തു പിടിച്ച് കുറച്ച് തുടങ്ങുന്നത്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ്, ഞങ്ങൾ 4-5 ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത് ഈ സംഭവം ആക്ച്വലി തുടങ്ങിയത്. പിന്നെ അത് വേറൊരു സ്റ്റോറിയാണ്, ട്രാക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. നമുക്ക് എന്തും പറയാം. നമുക്ക് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളൊരു ബിഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ലൈഫിലൊരു ബിഗ്ഗസ്റ്റ് ഡിസിഷൻ എന്ന് പറയാം. നമ്മൾ അത്രയും സേഫ് ആയിട്ടുള്ള, അത്രയും സൗണ്ട് ആയിട്ടുള്ള ഒരു ജോബിൽ നിന്നും ഒരു സ്റ്റാർട്ടപ്പ്, ആ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ഓഡിയൻസ്. അപ്പൊ അവരിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേ ഓഫ് ഡൂയിങ് തിങ്സ് മേ ബി ബാക്കിയുള്ളവർ ഇൻസ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് എവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല. അല്ല, എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ നമുക്കൊന്നാ പറഞ്ഞു നോക്കാം. അപ്പോൾ അതായത് അങ്ങനെ ഞങ്ങളൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മൾ വളരെ ഈ ബൈ ഹാർട്ടായിട്ടും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഹാൻഡ്സ് ഓൺ ആയിട്ട് സയൻസും മാത്സും പഠിക്കാവുന്ന ഒരു സ്റ്റെം ടോയ്സ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ടീം ഇന്ത്യ മൊത്തം സഞ്ചരിച്ചു, കുറേ സാധനങ്ങൾ കണ്ടെത്തി. ഇത് ഫുള്ള് ഞങ്ങൾ ഒരു കരിക്കുലത്തിനോട് മാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു കരിക്കുലം ഞങ്ങൾ ഉണ്ടാക്കി. NCERT പ്ലസ് SCERTയിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിമെൻസും കാര്യങ്ങളും മാത്സും സയൻസും ചെയ്ത് പഠിക്കാവുന്ന എക്സ്പീരിമെൻസ് ഉണ്ടാക്കി. ഇത് പല മോഡലിൽ നമ്മൾ ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഐ മീൻ മിസ്റ്റേക്സ് ഇൻ ദ സെൻസ്, ഒന്ന് മേ ബി ടു അഹെഡ് ഓഫ് ദ ടൈം ആയിട്ട് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പ്രീ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം. കാരണം നമ്മൾ ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാം. ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാവും. ഈ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നല്ലൊരു അടിപൊളി ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആരടുത്ത് പോയി പറഞ്ഞാലും എല്ലാവരും എന്ത് പറയും, വളരെ ഉഷാറാണ്, വളരെ അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാന്ന് പറയും. അത് കേട്ടിട്ട് ആരും ഇതിലേക്ക് ഇറങ്ങരുത്. അതെ, അത് കേട്ടിട്ട് ആരും ഇത് ഇറങ്ങരുത്. കാരണം ഈ സംഭവം ഒരു മാർക്കറ്റിലെത്തി ആളുകൾ വാങ്ങുമോ ഇല്ല എന്നുള്ളത് ശരിക്കും എന്ത് ചെയ്യണം, വാലിഡേറ്റ് തന്നെ വേണം, ടെസ്റ്റ് തന്നെ വേണം. കാരണം നമ്മളിത് സ്കൂൾസിന് ഫസ്റ്റ് ലെവലിൽ നമ്മളിത് സ്കൂൾസിന് കൊടുത്തപ്പോൾ അധ്യാപകരും പ്രിൻസിപ്പൾസൊക്കെ വളരെ ഉഷാറാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പിന്നെ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ അവരുടെ സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എത്ര പാരൻസിന് വേണം എന്നുള്ള ഒരു സംഭവത്തിലോട്ട് എന്ത് ചെയ്തു മാറി. അപ്പോൾ ആക്ച്വലി ഭയങ്കര കുറച്ച് സ്ട്രഗിളിങ് ആയിരുന്നു. നമ്മൾ ചെയ്ത കാര്യം കുറച്ച് സ്ട്രഗിളിങ് ആയിരുന്നു, കുറേ ലെസൺസ് ഉണ്ട്. പിന്നെ അപ്പം അങ്ങനെ അത് ചെയ്ത് പിന്നെ അത് കുറച്ച് ബോക്സസ് ആയിട്ട് ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ബോക്സ്, ഫ്ലിൻഡോ ബോക്സ് പോലെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്താണ് പിന്നെ കോവിഡ് വരുന്നത്. അതോടുകൂടി ഈ ഒരു ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തായി, ഇറ്റ് ഗോട്ട് സ്റ്റോപ്പ്. അതെ. പിന്നെ അപ്പം എന്നെ വളരെയധികം അഫക്റ്റ് ചെയ്തൊരു സാധനം, അഫക്റ്റ് ചെയ്ത ഇൻ ദ സെൻസ് എന്നെ ഭയങ്കര ഇമോഷണലി അഫക്റ്റ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാൻ ഒരു സാധനങ്ങളും ഭയങ്കര ഇമോഷണലി പൊതുവെ അഫക്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഒരു ഡിസിഷൻ മേക്കിംഗ് തന്നെ അഫക്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു. കാരണം ഇപ്പം ഞാൻ വളരെ ആക്റ്റീവ്ലി എന്താ പറയുക ഫുള്ളി ഇൻവോൾവ് അല്ലെങ്കിൽ പോലും നമ്മളെടുത്ത ഡിസിഷൻ, നമ്മളൊരു ഐഡിയ ചെയ്തൊരു സാധനം എന്തായി, ഇന്നവേ ഫെയിലായി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിന് പല റീസൺസ് ഉണ്ടാവും. കോവിഡ് മാത്രമാണ് റീസൺ എന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫസ്റ്റായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എപ്പോൾ റിസ്ക് എടുക്കണം എന്നുള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ പേസ് എന്ന് പറഞ്ഞാൽ പേസ് ആസ് സച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോലി ഒഴിവാക്കി ഇതിലേക്ക് ഇപ്പം ഇറങ്ങണ്ടേ എന്നുള്ള ആ തോട്ട് പ്രോസസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഭവം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ പിന്നീട് എപ്പോഴാണ് അപ്പം ജോലി ഉപേക്ഷിക്കുക എന്നുള്ള ആ ഒരു ധൈര്യത്തിലേക്ക് പിന്നീട് എത്തുന്നത്? X&Y വന്നതിന് ശേഷം. ഇപ്പൊ X&Y എന്നുള്ളത് വീണ്ടും X&Yയും ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത്. അതായത് നമ്മളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ IIT പഠിച്ചുകൊണ്ട് അറിയാവുന്നത് IIT-യിലൊക്കെ എത്തിപ്പെടുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം ആക്ച്വലി വളരെ കുറവാണ്. ആ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. എന്ത് ചെയ്യണം നമ്മളെ X&Y എന്താണെന്നുള്ളത് കൂടെ അതിലൂടെ ഓഡിയൻസ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ IIT-കളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഞാൻ IIT മദ്രാസിൽ ഞാൻ പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ മലയാളി സ്റ്റുഡൻസ് ഒക്കെ നമ്മളെപ്പോഴും ആ ഒരു ട്രൈബ് നമ്മളിങ്ങനെ നോക്കില്ല. മലയാളികളുടെ പ്രശ്നം അതാണ്. ഇനി സൗദി പോയാലും UAE പോയാലും ഇനി വേറെ കോളേജിൽ പോയാലും വേറെ എവിടെ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ആ ട്രൈബിൽ നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്ത്, ആക്ച്വലി ട്രൈബ് ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇത് വളരെ കുറവാണ്. കൂടുതലും തെലുങ്കന്മാരാണ്. ആൻഡ് ദാറ്റ് വാസ് എ ഷോക്കിംഗ് തിങ്. ഈവൻ തമിഴന്മാർ പോലെയല്ല, തെലുങ്കന്മാരാണ്. അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, ശ്രീധർ. അപ്പോൾ അവന് ക്വസ്റ്റ്യനെ കണ്ട കൈ വറക്കാൻ തുടങ്ങും. അങ്ങനെ ട്രെയിൻഡാണ്. അത് പെന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ തുടങ്ങും, അതൊരു ഓട്ടോമാറ്റിക് മോഷനായിട്ട് വേണ്ടി കൈ വറക്കാൻ തുടങ്ങും ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രോബ്ലം കണ്ടാൽ. നമ്മളൊന്നും ആ ലെവലിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മളൊന്നും അങ്ങനൊന്നും ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിനെ മറ്റൊന്നും കണ്ടിട്ടില്ല. ആൻഡ് ഇനി അത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്ക് അങ്ങനെ. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു അവൻ്റെ കസിന് IIT കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ എത്രാം ക്ലാസ്സിലാണ് പറഞ്ഞു, 3ാം ക്ലാസ്സിലാണ് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്തൊക്കെയായാലും ഈ 3ാം ക്ലാസ് മുതൽ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്തുകൊണ്ട് നമ്മൾ IIT-യിൽ എത്തണം, അതിന് എൻ്റെ അതുകൂടി ഞാനൊരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ IIT-യിൽ എത്തേണ്ടത് നിങ്ങൾ ഒരു നല്ലൊരു എഞ്ചിനീയർ ആവാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾക്ക് ഓവറോൾ അൾട്ടിമേറ്റ്ലി ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ എത്രയും ബെസ്റ്റ് കോളേജ് പഠിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ പഠിക്കുന്ന കോഴ്സിനേക്കാളും പ്രധാനമാണ് പഠിക്കുന്ന കോളേജ്. കാരണം ആ എൻവയോൺമെൻ്റാണ് നമ്മൾ ഷേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ IIT പോയി അവിടെ ഈ പറഞ്ഞ പോലെ ഓണ്ടർപ്രണർഷിപ്പിൽ പോയ എത്രയോ ആൾക്കാരുണ്ട്, പിന്നെ സിവിൽ സർവീസിന് പോയ ആൾക്കാരുണ്ട്. എൻ്റെ ഇയറിലെ കേരള ഫസ്റ്റ് റാങ്ക് ദീപക്, അവൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഇപ്പം IIT IIM കഴിഞ്ഞു, എന്നിട്ടാണ് ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയിൽ. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ലോ സ്കൂളിലാണ് പഠിച്ചത്, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ. പക്ഷെ അവിടെ എൻ്റെ ക്ലാസ്സിൽ വക്കീലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 20-30% ആളുകൾ മാത്രമേ ഉണ്ടാവൂ. കാരണം ആ ക്യാമ്പസ് കൊടുക്കുന്ന എക്സ്പോഷർ അത്രയും വൈഡ് ആകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വേറെ തന്നെ ഒരു ലോകം ഓപ്പൺ ആവും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെന്റ്, അതുകൊണ്ടാണ് നമ്മൾ IIT-കളിലോ അല്ലെങ്കിൽ ഏത് നല്ല സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കാൻ നമ്മൾ എയിം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നല്ല സ്ഥലങ്ങളിൽ എത്തിക്കണം. നല്ല സ്ഥലങ്ങളിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ റോങ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കേരളത്തിൽ പിന്തുടരുന്നത്. നമ്മളൊരു 12th ശേഷം കുട്ടി എന്ത് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ പാരൻസും സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നത്, ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ടോപ്പ് റാങ്ക്സിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടാതെ പോകുന്നത്. അപ്പോൾ ഇന്നവേ നമ്മൾ നമ്മുടെ കുട്ടികളുടെ നല്ല കുട്ടികൾക്ക് ഒരു ടോപ്പേഴ്സായിട്ട് അവർക്ക് എത്തിപ്പെടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഇപ്പോൾ X&Y ആലോചിച്ചത് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് നേരത്തെ തുടങ്ങാം പറയുമ്പോൾ അവരെങ്ങനെ തല്ലി പഴിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ. അൾട്ടിമേറ്റ്ലി ഇതൊരു ടൈമിൻ്റെ ഗെയിമാണ്. അതായത് നമ്മൾ എന്താ പറയുക, 2 വർഷമാണ് +1 +2 ഉള്ളത്. ഈ 2 വർഷം വൃത്തിക്ക് പഠിച്ചാൽ തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത സ്ഥലത്തെത്തും. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് എന്താ, 2 വർഷം +2ന് നല്ലൊരു ബോർഡ് എക്സാം മാർക്ക് ഉണ്ടാകട്ടെ, എന്നിട്ട് 1 കൊല്ലം എന്ത് ചെയ്യട്ടെ, റിപ്പീറ്റ് ചെയ്യട്ടെ. അതായത് അതിൻ്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ചൊക്കെ, ഈ 1 കൊല്ലം കൊണ്ട് ഈ 2 കൊല്ലം കൊണ്ട് പഠിക്കാത്തപ്പോൾ പഠിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലെ സ്കൂൾസ് ഒക്കെ എല്ലാം ഇത് തന്നെയാണ്. അപ്പം നമ്മൾ നേരെ തിരിച്ചാണ് ആലോചിക്കണത്, ഈ 2 കൊല്ലം കൊണ്ട് പഠിക്കാനുള്ളത് ഇവൻ 4 കൊല്ലം കൊണ്ട് പഠിക്കട്ടെ. ലെറ്റ് അസ് ഗിവ് ദം സം ടൈം. അതാണ് X&Y ചെയ്യുന്നൊരു കാര്യം എന്നുള്ളത്. ഇപ്പോൾ ഇത്തവണ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയേഴ്സിൻ്റെ റിസൾട്ട് വന്നു. 100-ൽ 20 മാർക്കാണ് കട്ട് ഓഫ്. കേരളത്തിലെ ടോപ്പ് 70 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ 20 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ ഇത് നമുക്ക് 8ാം ക്ലാസ് എന്നുള്ള സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് +2കാരൻ്റെ പേപ്പറാണ് മാത്സ് എഴുതുന്നത്. ഇപ്പോൾ ഒരു 10 ആളുകൾ 11 ആളുകൾ ഹൈസ്കൂളിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു. ഇപ്പോൾ ഇന്നലെ വന്ന റിസൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊട്ടൻഷ്യലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഹൈ പൊട്ടൻഷ്യലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും തളച്ചിടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെഡ് സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ X&Y-നെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കുന്നത്. കാരണം കേരളത്തിൽ ആരും അത് പ്രത്യേകിച്ച് ആരും ചെയ്യുന്നില്ല. ഓൺലി ബ്രില്യൻ്റ് മാത്രമാണ് പിന്നെ അത് ചെയ്യുന്നത്. അതും കംപ്ലീറ്റ്ലി ഒരു ഓഫ്ലൈൻ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ആലോചിക്കുമ്പോൾ ആസ് എ ബിസിനസ് സൈഡ് നമ്മളെപ്പോഴും ഒരു B2B സൈഡാണ് ആലോചിക്കുക. കാരണം നമ്മളെ മനസ്സിലെപ്പോഴും ഇതാണ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യുക, സ്കൂളുമായി അസോസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോച്ചിങ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് എന്താ വെച്ചാൽ നമുക്ക് കോച്ചിങ് സെൻറ്റേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അങ്ങനെ കോച്ചിങ് സെൻറ്റേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്താൽ അവർക്ക് എന്താണ്, അവർക്ക് നല്ല കുട്ടികളെ കിട്ടും. +1 +2 നമ്മൾ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ 8th 9th 10th നമ്മുടെ ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടില്ല എന്ന് നമ്മൾ ഫസ്റ്റ് ആലോചിച്ചത്. അങ്ങനെ ഈ ഐഡിയ കുറേ ആൾക്കാരോട്, കുറേ കോച്ചിങ് സെൻറ്റേഴ്സിനോട് പിച്ച് ചെയ്യുന്നു. വീണ്ടും ഈ പറഞ്ഞ പോലെ നല്ല ഐഡിയ എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു. ഒരു പ്രമുഖരായ കോച്ചിങ് സെൻറ്റർ ഇതിനോട് കമ്മിറ്റ് ചെയ്യുന്നു. ഈ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്, സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങി. അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് അവരെന്ത് ചെയ്യുന്നു, അവരെന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നു. അതോടുകൂടി ഞങ്ങൾ
കൈൻഡ് ഓഫ് ലിംബുമായി, വഴിയാധാരമായി. വഴിയാധാരമായി ഈ പറഞ്ഞ സാധനമൊക്കെ തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉഷാറാണ്, നിങ്ങൾ ചെയ്തോളി, ഞങ്ങൾ കൂടാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. പിന്നെ നമുക്കൊന്നും അതിന്റെ പേരിൽ അഗ്രിമെന്റോ സംഭവങ്ങളൊന്നുമില്ല. എന്തോട്ടെ അത്, പക്ഷേ ദാറ്റ്സ് എ ലേണിംഗ്. ഈ പറഞ്ഞ പോലെ B2B എന്നുള്ളത് നമ്മൾ വിചാരിച്ച പോലെ വർക്കാവുന്ന ഒരു സംഭവം അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എന്ത് ചെയ്തു അന്ന് ഈ പറഞ്ഞ പോലെ മനസ്സിലായി. പിന്നെ ആ സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലായി. കുറച്ചുകൂടി സമയം കിട്ടി, കാരണം കമ്പനിക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറച്ച് എല്ലാവരും ഒരു അൺസർട്ടനിറ്റി ഉള്ള ഫേസ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായി. അതൊരു എനിക്ക് തോന്നുന്നു മാർച്ച് 14, 21 ആ ഒരു സമയത്താണ് നമുക്ക് ഈ ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ ഇപ്പം ഇനി മാർച്ച് SSLC പരീക്ഷ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഇനിയും ക്ലാസ് ഉണ്ടാവുമോ ഇല്ലേ, പരീക്ഷ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ആശങ്കകൾ. അപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ എന്തുണ്ട്, ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. അതിനെന്ത് ക്യാമറ ഒന്നുമില്ല, ഫോണുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഐപാഡ് ഉണ്ട്. ഐപാഡ് ഞാൻ മുമ്പേ വാങ്ങി വെച്ചിട്ടുണ്ട്. ഐപാഡ് പ്രോ പെൻസിലൊക്കെ വെച്ചിട്ട് അതിൽ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയാൽ ഞാനൊരു പാഷനായിട്ട് സ്ക്രീൻ റെക്കോർഡ് എന്നെ കാണുന്നില്ല, സ്ക്രീൻ റെക്കോർഡ് വീഡിയോസ് ട്രിഗണോമെട്രി ഇങ്ങനെ തുടങ്ങിയതാണ്. എൻ്റെ ഒരു ഞാൻ പറഞ്ഞു ടീച്ചിങ്ങിൻ്റെ പാഷനായിട്ട് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഡോക്ടറാണ്. അപ്പോൾ അവിടെ നിന്നൊരു പച്ച ബെഡ്ഷീറ്റ് എടുത്ത് ബാക്കിൽ വിരിച്ച് കൈൻ മാസ്റ്ററിലിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. XNY ഫസ്റ്റ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതും കണ്ടന്റ് ഉണ്ടാക്കിയതും എഡിറ്റ് ചെയ്തതും സ്ലൈഡ് ഉണ്ടാക്കിയൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു 50 ആൾക്കാർ ഫസ്റ്റ് ബാച്ചിലോട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഇപ്പോഴും ക്വിറ്റ് ചെയ്തിട്ടോ ഈ സാധനങ്ങളൊന്നുമില്ല. പിന്നെ അത് മെല്ലെ അതൊരു പ്രോസസ്സായി മാറി. ഈ 50 ഉള്ളത് ഏകദേശം ഒരു 1500 സ്റ്റുഡൻസ് ആയി ഓവർ ദ പീരിയഡ് ഓഫ് 2 years. 2500 സ്റ്റുഡൻസ് ആയി ഓവർ ദ പീരിയഡ് ഓഫ് 2-3 years. ഓക്കെ, അങ്ങനെ നല്ലൊരു ഗ്രോത്ത് സ്റ്റേജിലോട്ട് പോകുന്നു. ടീം വലുതാവുന്നു. ഈ സമയത്താണ് എനിക്കിങ്ങനെ ക്വിറ്റ് ചെയ്യാന്നുള്ള തോന്നൽ ഇടയ്ക്ക് പല സമയത്തും ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പല റീസൺസ് കൊണ്ട്. ഞാൻ ഒരിക്കൽ ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഒരിക്കൽ റിസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തതാണ്. അറൗണ്ട് 2018-19 ഫ്രെയിമിൽ സബ്മിറ്റ് ചെയ്തതാണ്. അന്ന് എനിക്ക് വേറെ എന്തെങ്കിലും, അന്ന് ഈ പറഞ്ഞ പോലെ ഒരു കൈൻഡ് ഓഫ് ലിംബോ സ്റ്റേജിലാണ്. മറ്റൊരു സ്റ്റാർട്ടപ്പ് അത് കുറച്ച് ഡൗൺ ആവുന്നു. ഇപ്പോഴത്തെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതില്ല. ഒന്ന് സിവിൽ സർവീസൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ള ഒരു തോന്നൽ. പാരൻസിൻ്റെ അടുത്തുനിന്ന് ഒരു പുഷ്. എൻ്റെ പാരൻസ് എപ്പോഴും രണ്ടാളും ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് ഇപ്പോഴും അവരുടെ ഒരു സ്വപ്നമാണ്. ഇപ്പോഴും എന്നോട് പറയും നെറ്റൊക്കെ ഒന്ന് എഴുതണം, എന്നിട്ടൊരു കോളേജ് പ്രൊഫസറൊക്കെ ആയിക്കൂടെ എന്ന് ഇപ്പോഴും എന്നോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ സിവിൽ സർവീസിന് പോകാത്തിൽ ഇപ്പോഴും അവർക്ക് എന്തുണ്ട് അതെ, നമുക്കൊന്നൊരു പണിയില്ല എന്നുള്ളതാണ് അവരൊക്കെ ഇപ്പോഴും ഉള്ളത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നി എൻ്റെ കരിയറിലും എനിക്കൊരു കൈൻഡ് ഓഫ് ഒരു സ്റ്റാഗ്നേഷൻ വരുന്ന പോലെ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് എന്ത് ചെയ്യാം, ഞാൻ റിസൈൻ ചെയ്യാമെന്ന് മാനേജറോട് പറഞ്ഞു. ബട്ട് ദേ ഡിഡ്ന്റ് വാണ്ട് ടു ലെറ്റ് മീ ഗോ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു നീ ലീവ് എടുത്തോ, സിവിൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നീ ഒരു 3-4 മാസം ഞാൻ നിനക്ക് ലീവ് തരാം, നീ പോയി ഒന്ന് പഠിച്ചിട്ട് പോ. അങ്ങനെ സിവിൽ സർവീസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. മേ ബി 3-4 മാർക്സിന് പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്യില്ലാന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. പക്ഷെ എനിക്ക് തോന്നി ഐ എം നോട്ട്, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇതിന് ഫിറ്റ് അല്ല. പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്താ പറയുക, പിന്നെ അന്ന് തന്നെ ചില ആൾക്കാർ ഉപദേശിക്കുകയും ചെയ്തു, ജോബ് ഉണ്ടായിട്ട് എന്തായിരുന്നു ഇതിന് ഇപ്പോൾ ക്വിറ്റ് ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള അങ്ങനത്തെ ചില ഉപദേശങ്ങൾ. ബയസ്ഡ് ആയിരിക്കാം, പക്ഷേ അങ്ങനത്തെ ചില ഉപദേശങ്ങൾ എനിക്ക് ഫെൽറ്റ് ലൈക്ക് ദാറ്റ്സ് ദ റൈറ്റ് തിങ് ടു ഡു. പിന്നെ ഞാൻ ജോലിക്ക് തിരിച്ചു കയറി. അതെനിക്ക് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ജോബിൽ തന്നെ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ജോബിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഒരു 3-4 മാസം ബ്രേക്കൊക്കെ എടുത്തപ്പോൾ എനിക്കൊരു കുറച്ചും കൂടി ഒരു ബെറ്റർ ക്ലാരിറ്റി കിട്ടി, എന്ത് ചെയ്യണം എന്നുള്ളത്, എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്, എവിടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം ഭയങ്കര ഗ്രോത്ത്, ഈവൻ ജോബിൽ ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു ഒരു കരിയർ ഫേസ് നോക്കുമ്പോൾ. കാരണം ടെക്നിക്കൽ എന്നുള്ളത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ 2-3 കൊല്ലാണ്. ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതും മനസ്സിലൊരു സൈഡിലുണ്ട്. കാരണം ഇതും അധികം ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത് GPU ഡിസൈൻസിലാണ്, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സിൻ്റെ ഡിസൈനിലാണ് വർക്ക് ചെയ്തത്. അത് പറഞ്ഞാൽ കട്ടിങ് എഡ്ജ് ടെക്നോളജിയാണ്, ഹൈലി കട്ടിങ് എഡ്ജ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 4 കൊല്ലത്തിന് അപ്പുറമൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ വരിക. അതായത് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റ് 2027 ആയിരിക്കും മേ ബി മാർക്കറ്റിൽ വരിക. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ആക്ച്വലി കാണാൻ പറ്റുള്ളൂ. അത്രയും അഹെഡായിട്ട് ചിന്തിക്കണം നമ്മൾ, റൈറ്റ്? അപ്പോൾ അത് അത്രയും ഇതുള്ള സാധനമാണ്. അപ്പോഴാണ് അപ്പോൾ രണ്ട് സൈഡ് കൈൻഡ് ഓഫ് പുള്ള് എനിക്ക് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ബേസിക്കലി എനിക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ
ഞാനിങ്ങനെ ഒരു ജോബിൽ പോകുന്നു, അപ്പുറത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ വലുതായി വരുന്നു, X&Y വലുതായി വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ദർ ആർ ലൈക്ക് 100+ സ്റ്റാഫ്. ഞാൻ തന്നെ ഞെട്ടി, 100+ സ്റ്റാഫ്. ഇതിനെ മര്യാദക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. ആൻഡ് ഐ ഹാവ് ടു ഡു ദാറ്റ് എന്നുള്ളൊരു സംഭവം. അത്രയധികം കുട്ടികളും 2500-ലധികം കുട്ടികളും, അതായത് ഒരു ഫുൾ ഇയർ പ്രോഗ്രാമിൽ നമ്മൾ വിശ്വസിച്ച് എൻറോൾ ചെയ്ത അങ്ങനത്തെ 2500 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു 2-3 സ്കൂളിലുള്ള കുട്ടികളുടെ നമ്പർ ഓഫ് കുട്ടികളാണ് എന്നുള്ളതൊരു സംഭവം. ഒരു 1 മന്ത് അല്ലെങ്കിൽ 1 വീക്ക് പ്രോഗ്രാം അല്ലല്ലോ, ഒരു 1 ഇയർ പ്രോഗ്രാമാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ്. അപ്പോൾ എന്താണ്, അതൊരു ലോങ്ങർ കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പുറത്ത് സ്റ്റാഫുകളുടെ ഇത് വരുന്നു. അപ്പുറത്ത് ഞാനൊരു പ്രൊജക്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് എന്താ പറയുക, ആ ഒരു ഫേസിൽ ഇങ്ങനെ എത്തി നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി ദിസ് മൈറ്റ് ബി ദ റൈറ്റ് ടൈം ടു സ്റ്റെപ്പ് ഡൗൺ ഓൺ ബോത്ത് പെർസ്പെക്റ്റീവ്. ഒന്ന്, ഞാനിപ്പോൾ ഒരു പുതിയൊരു പ്രൊജക്റ്റിലോട്ട് കടക്കുകയാണ്. ആ പുതിയ പ്രൊജക്റ്റിലോട്ട് ഞാൻ കടന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി ഇൻ എ ലീഡ് റോൾ. ഞാൻ അതിലൊരു ലീഡ് റോളിലായിരിക്കും. ഞാൻ 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി, വേറൊരാൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഞാൻ മിസ്സാക്കുകയാണ്. ആ ലീഡ് റോളിൽ വേറൊരാൾക്ക്, എൻ്റെ കുറച്ച് ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് വരാനും പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണേ, ഞാൻ വെറുതെ നശിപ്പിച്ച കളയാണ്. മാത്രമല്ല എനിക്ക് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് വലിയ നോളജ് ട്രാൻസ്ഫർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് പീസ്ഫുള്ളി ഇറങ്ങാം. കാരണം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സ്ഥലത്ത് ദിസ് ഈസ് ഇൻ എ ഗുഡ് ഫേസ്. എന്താണ്, കമ്പനി കൈൻഡ് ഓഫ് പ്രോഫിറ്റബിൾ ആണ്. ഫൈനാൻഷ്യലി നോക്കുമ്പോഴും എന്താണ്, മേ ബി വി ഹാവ് ടു ടേക്ക് എ ഹിറ്റ്, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ എന്നാലും എന്തില്ല, ഒരു ഫൈനാൻഷ്യൽ റിസ്ക്കോ സംഭവങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഇല്ല. പിന്നെ എനിക്കെപ്പോഴും അങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ റിസ്ക് എനിക്ക് ലൈഫിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ത്രെറ്റായിട്ട് എനിക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ്, അതിനുള്ളൊരു സ്കിൽ സെറ്റ് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കും ഭയങ്കര റിലേറ്റബിൾ. നിങ്ങൾ പറഞ്ഞ നമ്പർ ഈ 100 എന്നുള്ള, ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് പഠിച്ചു. എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് എൻറോൾ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പ എന്നോട് ചോദിക്കുന്നത് കോടതി പോകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ഡയറക്റ്റ് 2 ഇമേജ് വരുന്നു, ഞാൻ കോട്ടിട്ടൊരു ഇമേജും വരുന്നുണ്ട്. ഈ 100 എംപ്ലോയീസിൻ്റെ, എനിക്ക് ഏകദേശം ആ ഒരു 100 എംപ്ലോയീസ് എന്ന് പറഞ്ഞ കൗണ്ടാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 100 എംപ്ലോയീസ് എന്നുള്ള കൗണ്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആ ഡിസിഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഒറ്റയടിക്കാൻ പറഞ്ഞു, ഇല്ല ഇപ്പം ഞാൻ പോകുന്നില്ല, ഇന്റർവെല്ല പോകുന്നതെന്ന് പറഞ്ഞു. പാരന്റ്സ് പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ആ കാര്യത്തിൽ ഞാൻ പ്രിവിലേജ്ഡ് ആയിരുന്നു. ഏകദേശം നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും ഒരിക്കലും അടിച്ചേൽപ്പിച്ചിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ പോയിന്റ് എനിക്കും ഭയങ്കര റിലേറ്റബിൾ. അതൊരു ഭയങ്കര തിരിച്ചറിവാണ് 100 എംപ്ലോയീസ് എന്ന് പറയുന്ന പോയിന്റ്. 2021 മുതൽ ഒരു 25 വരെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമയം എന്നുള്ളത് ഭയങ്കര ടെക്നോളജിക്കലി ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള പീരീഡ് ആയിരുന്നു. ആക്ച്വലി അതായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇപ്പം ഇറങ്ങണോ വേണ്ടതെന്ന് എന്നെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യിപ്പിച്ചൊരു സാധനം. കാരണം AI വരുന്നു, AIൻ്റെ ഒരു ബേസിക് AIനെ ഡ്രൈവ് ആണെങ്കിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ഒരു സാധനമാണ് GPUs. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന് പറ്റിയൊരു സമയമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നൊരു എല്ലാ നിലക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമായിരിക്കും ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് എന്നുള്ളത്. അതാണ് ആക്ച്വലി എന്നെ മേ ബി കുറച്ചെങ്കിലും ഞാൻ ആ ജോബിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഡിലേ ആക്കിയത് എന്നുള്ളതാണ് ഒരു സംഭവം എന്നുള്ളത്. രണ്ടാമത്തെ ടീം, എന്താ പറയുക, നമ്മുടെ ടീമിൽ കുറച്ചും കൂടി ആളുകളൊക്കെ പറഞ്ഞ പോലെ വരുന്നു. അപ്പോൾ നമുക്ക് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ചില ആളുകൾ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുകയാണ്. ഈ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുക. ഡെഫിനറ്റ്ലി നല്ല ടീം ആകുമ്പോൾ പിന്നെ നമുക്കൊരു അപ്പോൾ ആ ഒരു എംപ്ലോയിയിൽ നിന്നും ഒരു എംപ്ലോയർ ആണ് ഓൾറെഡി ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ടീമിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ എംപ്ലോയി എന്ന് പറയുന്ന മൈൻഡ് സെറ്റും എംപ്ലോയർ എന്ന് പറയുന്ന മൈൻഡ് സെറ്റും നല്ല വ്യത്യാസമുള്ള ഒരു ഹ്യൂജ് ഷിഫ്റ്റ് അവിടെ വരണമല്ലോ. അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വോളണ്ടറിലി ഇപ്പം നിങ്ങളുടെ പേജ് പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നാമം പറയുന്ന പോലെ നിങ്ങൾ കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്തിട്ടുണ്ടാവും, പിന്നെ കുറേ കാര്യങ്ങൾ വീണ്ടും ലേൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് നിങ്ങൾ? എനിക്ക് തോന്നുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിവേഴ്സാണ്. അതായത് ഞാൻ പറഞ്ഞു, എനിക്ക് കോവിഡിന് ശേഷം ഞാൻ ഈ സിവിൽ സർവീസിന് ബ്രേക്ക് എടുത്തതിന് ശേഷം ഐ ഹാഡ് എ ബെറ്റർ കരിയർ ഗ്രോത്ത് എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞു. ആ കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസണായിട്ട് എനിക്ക് തോന്നിയത് നേരെ തിരിച്ച് ഈ ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റ് എനിക്ക് അവിടെ എംപ്ലോയി ആയിരിക്കെ തന്നെ കുറച്ചൊക്കെ വന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ സാധനം മാനേജ് ചെയ്യുന്നതിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. അത് തിരിച്ചാണ് ഞാൻ കുറേയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് അപ്പുറത്ത് ഞാൻ കുറച്ചും കൂടി ഒരു ഓണർഷിപ്പ് എടുക്കുകയാണ്, ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവുകയാണ്. ഈ സാധനം എങ്ങനെ ഡ്രൈവ് ചെയ്യണം, ഒരു ടീമിനെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഇപ്പുറത്ത് എനിക്ക് ഒരു ലേണിംഗ് ഉണ്ട്. ആ ലേണിങ്ങിനെ ഞാൻ അപ്പുറത്ത് എന്ത് ചെയ്യുകയാണ്, ഞാൻ ബേസിക്കലി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്,
ഓൾറെഡി കൈൻഡ് ഓഫ് ഷിഫ്റ്റ്. പിന്നെ അതേപോലെ ഉണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫിയർലെസ് മൈൻഡ് സെറ്റ് ആ ഒരു ഫേസിൽ കൈൻഡ് ഓഫ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ജോലി പോയി എന്താ ഒരു കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം, റൈറ്റ്. അപ്പുറത്ത് യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടർക്ക് വേണ്ടത് അത് തന്നെയാണ്. അപ്പുറത്ത് യൂട്യൂബ് ഗ്രോ ചെയ്യുന്നുണ്ട്, ആളുകൾ മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, വേറെ പല ആവശ്യങ്ങൾക്കും എന്നെ വിളിക്കുന്നുണ്ട്, അവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പുറത്ത് കമ്പനി കുഴപ്പമില്ല, അത് പോകുന്നുണ്ട്. അത് ഇന്നവേ ഒരു എന്താ പറയാ, എന്തായാലും വീട്ടിലിരിക്കേണ്ടി വരില്ല എന്നറിയാം, 100% ആരോഗ്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പം ശരിക്ക് ഇന്ത്യയിൽ പോലത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കുമല്ലോ കാര്യങ്ങൾ. പക്ഷെ നേരെ ഇനി സ്റ്റാർട്ടപ്പ് വേൾഡിലേക്ക് വരുമ്പം അവിടെ ഭയങ്കര കെയോസാണ്, പല കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടാവില്ല, പ്രോസസ്സുകൾ ഉണ്ടാവില്ല. അപ്പം പെട്ടെന്ന് അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും ഈ ഒരു കെയോസിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങളൊരു ലേണിംഗ് മെൻറ്റാലിറ്റിയിലാണോ അതിനെ കണ്ടത്, അതോ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു? ആ ഒരു സൈഡ് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. നമുക്ക് എല്ലാ കോർപ്പറേറ്റ്സും ഭയങ്കര സിസ്റ്റമാറ്റിക് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമുക്കൊരു HR പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോസസ്സ് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പോലത്തെ ഒരു കമ്പനി ആക്ച്വലി ഇന്ത്യയുടെ സ്റ്റോക്ക് പ്രൈസ് നോക്കിയാൽ ഭയങ്കര കെയോട്ടിക് സ്റ്റേജസിലൂടെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആക്ച്വലി കടന്നു പോയിട്ടുള്ളത്. ഒരുപാട് കെയോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം NVIDIA വരുന്നു, GPUs വരുന്നു, മാർക്കറ്റിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു പ്രോസസ്സ്, ഒരു എഡ്ജ് TSMCയുമായിട്ട് നഷ്ടപ്പെടുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു, പ്രൊജക്റ്റുകൾ ക്യാൻസൽ ആവുന്നു. ഈ ഒരു സാധനം അല്ലെങ്കിൽ റീഡെഫിനിഷൻസ് വരുന്നു, പ്രൊഡക്റ്റുകൾ. ഈ ഒരു സാധനം ആക്ച്വലി ഇന്ത്യയിലും അത്തരത്തിലുള്ളൊരു ഫേസിലൂടെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൈൻഡ് ഓഫ് കടന്നു പോയിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ ഈ ഒരു സ്റ്റാർട്ടപ്സിലോട്ട് വരുമ്പോൾ അവിടെ വേറെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ചാലഞ്ചസ്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനം ഞാൻ ഒരിക്കലും ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ സെറ്റ് ഓഫ് ചാലഞ്ചായിട്ട് ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു സാധനം, എങ്ങനെ നമുക്ക് ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ആളുകളെങ്ങനെ നമ്മൾ കാണുന്നൊരു വിഷൻ എങ്ങനെ നമുക്ക് ആളുകളെ കൊണ്ട് അവരെ കൊണ്ടും ഇത് കൈപിടിച്ച് കൊണ്ടുപോവാം. ഈ ഒരു സംഭവത്തിലാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, എനിക്ക് ബേസിക്കലി ഏറ്റവും ചാലഞ്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ചാലഞ്ചാണ്. ഇപ്പോഴും ഐ വുഡ് സേ ഞാനത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എല്ലാത്തിനെയും അതൊരു ലേണിംഗ് ആയിട്ട് തന്നെയാണ് എന്തിട്ടുള്ളത് കാണുന്നത്. ഇപ്പോൾ ഒരുപാട് മെത്തഡോളജീസ് ഞാൻ കുറച്ചൊക്കെ വായിക്കുക എന്നുള്ള എനിക്ക് താല്പര്യമാണ്. അപ്പോൾ കുറേ ആൾക്കാർ എഴുതുന്നത് വായിക്കുന്നു, അതിൽ ചിലതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു, ചിലത് നടക്കുന്നു, ചിലത് നടക്കുന്നില്ല. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പൊതുവേ ആസ് എ പേഴ്സൺ ഇങ്ങനത്തെ കെയോസ് ഒന്നും എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറില്ല. സംഭവം എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത്. എല്ലാ ഫൗണ്ടർക്കും മിനിമം വേണ്ട കുറച്ച് ക്വാളിറ്റീസിൽ ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ ഒരു ഫിയർലെസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ഈ കൾച്ചർ ആക്ച്വലി അപ്പം XNY സ്കെയിൽ ചെയ്യുന്നതിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന കുറേ സാധനങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ കൾച്ചർ എന്നുള്ളതിൽ അപ്പുറം നമ്മൾ അവിടുന്ന് നമ്മളൊരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ആക്ച്വലി കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ലേൺ ചെയ്യാവുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആളുകൾ എങ്ങനെയാണ് നമ്മൾ മ്യൂച്വലി റെസ്പെക്റ്റബിൾ ആയിട്ട് പെരുമാറുന്നത്. ഇപ്പോഴും ഇന്നൊരാൾ സാറെന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറാണ്. കാരണം അങ്ങനത്തെ ഒരു കൾച്ചറിലല്ല ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു 10-20 വയസ്സിന് മൂത്ത എൻ്റെ മാനേജർ വരെ ഞാൻ പേര് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അവർക്കതിൽ പരാതിയില്ല, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെയാണ് എന്ത് ചെയ്യാറുള്ളത്, പരസ്പരം അഭിസംബോധന ചെയ്യാറുള്ളത്. ഒരു പ്രൊഫഷണൽ ബൗണ്ടറി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കീപ്പ് ചെയ്യാറുണ്ട്, റൈറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതേ സിമിലർ സംഭവങ്ങൾ എൻ്റെ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ HR ഈവൻറ്റ്സ് ആയിട്ടും ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു പീപ്പിൾ മാനേജ്മെൻറ്റാണ് ഞാൻ ഇപ്പോഴും ഒരു ചാലഞ്ചായി കാണുന്നത്. കാരണം പല ആറ്റിറ്റ്യൂഡിൽ പല ഇതിൽ വരുന്ന ഒരു ടാലൻറ്റ് പൂളിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ആസ്പെക്റ്റാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് അതിലൊരു ബഗ് ഉണ്ട്. ആ ബഗ് ഒന്നുകിൽ നമുക്ക് കൺസീൽ ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയറിൽ ബഗ് ഉണ്ടാവുന്ന പോലെയല്ല ഒരു ഹാർഡ്വെയറിൽ ബഗ് ഉണ്ടാവുന്നത്. അത് അതിൻ്റെ കോസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ വലിയൊരു വാല്യൂ ആണ്. സോഫ്റ്റ്വെയർ ഫിക്സ് ചെയ്യുന്ന പോലെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഹാർഡ്വെയർ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് ആയിരക്കണക്കിന് ആളുകളെ വർക്കിനെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനൊരു ബഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോൾ ഞാൻ എന്തായാലും ഒരു കഴിഞ്ഞിട്ട് പോവല്ലേ, ഇതാരും കണ്ടുപിടിക്കില്ല, അല്ലെങ്കിൽ എന്നെ എഫക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവല്ലേ എന്ന് വെച്ചാൽ എനിക്ക് ഇറങ്ങി വരാം. പക്ഷേ അതല്ല ഞാൻ ചെയ്യേണ്ട ഒരു സംഭവം എന്നുള്ളത്. ഇപ്പോൾ കോൺസ്ട്രക്റ്റീവ് കോൺഫ്രണ്ടേഷൻ ഞങ്ങളതിനെ അങ്ങനെ വിളിക്കാറുള്ളത്. നമ്മളൊരു സാധനത്തെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് കോൺഫ്രണ്ട് കൺസ്ട്രക്റ്റീവ്ലി, ഡിസ്ട്രക്റ്റീവ്ലി അല്ല.
ഇത് ഞാൻ എപ്പോഴും എൻ്റെ കമ്പനിയിൽ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നൊരു പ്രിൻസിപ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫേസ് ഇറ്റ്. അത് ആരെയും ബ്ലെയിം ചെയ്തുകൊണ്ടൊന്നുമല്ല, നമ്മൾ കൺസ്ട്രക്റ്റീവ്ലി അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കണം. ഫേസ് ചെയ്യാതെ നമ്മൾ ഇരിക്കും തോറും അതെന്തായി മാറുള്ളൂ, വഷളായി മാറുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് കിട്ടിയൊരു പ്രൊഫഷണൽ ലേണിങ്സ് ആണ്. ബട്ട് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു എന്താ പറയുക, അത് കുറച്ചുകൂടിയും ഒരു, കാരണം എക്സ് ആൻഡ് വൈ വളർന്നു. അപ്പം നമ്മളൊരു 10 ആളെ ടീമിനെ മാനേജ് ചെയ്യുന്ന പോലെ എല്ലാവരും 150 ആളെ ടീമിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള റമീസിന് അറിയാം അല്ലേ? അതെ, നമ്മൾ ഫസ്റ്റത്തെ ഒരു ടീമിനെ, ഫസ്റ്റത്തെ ഒരു കെയോസിനപ്പുറം നമ്മളൊരു ഓർഡർ കൊണ്ടുവന്നില്ലെങ്കിലും എന്താണ് അത് ഭയങ്കര പ്രയാസമായിട്ട് മാറും. അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് മേ ബി ആ ഒരു ഫേസിൽ ഞാൻ വരുമ്പോൾ മേ ബി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലരെങ്കിലും ശരിക്കും പറയുന്ന ഒരു കാര്യമാണ് കംഫോർട്ട് ഈസ് ദി എനിമി ഓഫ് ഗ്രോത്ത് എന്നുള്ളത്. പക്ഷെ അതേപോലെ ചിലർ പറയാറുണ്ട് കംഫോർട്ട് ഈസ് വാട്ട് പേസ് അവർ ബിൽസ് എന്നുള്ളത്. ഈ കംഫോർട്ട് സോൺ അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി തന്നെയാണ് നമ്മുടെ ഫാമിലിയൊക്കെ ഒരു പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത ആളാണ് നിങ്ങളുടെ അജ്മലിക്കിൻ്റെ വീഡിയോ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം, നമ്മളെ എട്ടെക്കിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ പരസ്പരം അറിയാം. മേ ബി കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ലിങ്ക്ഡിനിലായിട്ടും സോഷ്യൽ മീഡിയയിലായിട്ടും അറിയാം. അപ്പൊ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇറങ്ങുന്ന ദിവസം വളരെ ഇമോഷണൽ ആയിട്ടില്ല, പക്ഷെ എന്നാ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം കുറച്ച് ഇമോഷണലാണ്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 10 വർഷം നമ്മളെ ഫോം ചെയ്ത കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പം അന്നത്തെ ഒരു വികാരം എന്താന്നുള്ളത് വീഡിയോയിലൂടെ എല്ലാവരും അറിഞ്ഞതായിരിക്കും. പക്ഷെ നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഒരുപാട് പേരുണ്ട്. മേ ബി നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ്, നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു ആ ഒരു കംഫോർട്ട് പൊട്ടിച്ച ആ ഒരു ന്യൂസ് റിലീസ് ചെയ്തപ്പോഴുള്ളത്? ഐ എം റിയലി താങ്ക്ഫുൾ ടു ഓൾ. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. കാരണം ആ ഒരു സമയത്ത് പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ റിസ്ക് ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വലിയ റിസ്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം കമ്പനി ആണെങ്കിലും മേ ബി ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് എൻ്റെ വൈഫാണ്. സോ എല്ലാ നിലക്കും ആ സമയത്ത് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തതും, അല്ലെങ്കിൽ ഞാനെപ്പോഴും ഓർമ്മയുണ്ട് ഈ ഒരു ഡിസിഷൻ പറയാൻ വേണ്ടിയിട്ട് ഓളെ ഞാനൊന്ന് സോപ്പിട്ട് നമ്മളെ മെഡിക്കൽ കോളേജിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് അന്ന് ഇപ്പോഴും. അപ്പോൾ ഡോക്ടർ കഫേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള കഫേയിൽ ഞങ്ങൾ കൊണ്ടുപോയത്. ഞാനൊരു ചായയൊക്കെ മേടിച്ച് മാവൂർ റോട്ടിലുള്ള ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് മെല്ലെ മെല്ലെ ഞാൻ ഈ സാധനം എന്ത് ചെയ്യാണ് പറയാണ്. അപ്പോൾ മേ ബി ആ രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഇതില്ല. അവള് എപ്പോഴും എന്നോട് പറയുന്നൊരു സാധനമാണ്, നിങ്ങൾ ഈ ജോലി രാജിവെക്കണതിനെ കുറിച്ചൊന്നും ആലോചിക്കരുത് കേട്ടോ എന്നുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോഴൊക്കെ ഞാൻ അവളെ പറഞ്ഞു, ഞാൻ എന്താ പറയുക, ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു സാധനം, എൻ്റെ ലൈഫിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ജോലി രാജിവെക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ജോലിയിൽ തുടരും. എന്ത് ചെയ്യരുത്, ആ സമയത്തൊക്കെ എന്ത് വേണം, യു ഹാവ് ടു ബിയർ വിത്ത് ദാറ്റ്. ഞാൻ ഈ ജോലി തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണ്ട, എന്നെ കല്യാണം കഴിക്കണ്ട. ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ ഒരു ലിവറേജ് എനിക്ക് ഇപ്പോഴും എന്തോ ആവാം. ഞാനത് പറഞ്ഞത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതല്ല. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ മേ ബി ഞാൻ ബാംഗ്ലൂരല്ല നിൽക്കുക, ഞാൻ ഐ വിൽ കം ഹിയർ, ഐ വിൽ ഡു സംതിങ് എൽസ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവർക്കും ബോധ്യപ്പെട്ടു, ദേ ഹാവ് ബീൻ ഓൾസോ ത്രൂ ദിസ് ജേർണി, റൈറ്റ്. എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം എക്സ് ആൻഡ് വൈ അത്യാവശ്യം വളരുന്നുണ്ട്, അത് അവർക്ക് വിസിബിളാണ്, കാണുന്നുണ്ട്. പിന്നെ പാരൻസിനോട് പറഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ പാരൻസിന് എപ്പോഴും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഇപ്പോഴും മേ ബി ഒരു സിവിൽ സർവീസിന് പോകണം എന്നാണ് ആഗ്രഹം എന്നുണ്ട് എങ്കിൽ പോലും അവർ എന്താ പറയുക കൈൻഡ് ഓഫ് എന്താ പറയുക അതിനൊന്നും എതിർത്തൊന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഞാൻ പിന്നെ അതിനെ വലിയൊരു സീനോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല, ഞാൻ ആക്കിയതുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരും അതിൽ ചിലപ്പോൾ മേ ബി അവർക്ക് ഇപ്പോഴും ചിലപ്പോൾ അതിലൊരു വിഷമമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. വൈഫ് എപ്പോഴും പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തുള്ളതിനേക്കാളും തിരക്ക് കൂടുതലാണ് ഇപ്പോൾ എന്നുള്ളതാണ്. അവൈലബിൾ അല്ല. കാരണം അന്ന് സ്റ്റാർട്ടപ്പ് മാനേജ് ചെയ്യുന്നുണ്ട്, കമ്പനി ഉണ്ട്, എന്നാലൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ എന്തില്ല, ഒരു അവൈലബിൾ അല്ല എന്നുള്ളൊരു സാധനം. അപ്പം അങ്ങനെ കുറേ ചെറിയ ചെറിയ പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും എന്തല്ല, അതൊന്നും പൊതുവേ. അപ്പോൾ ഈ ഒരു ജേണി അങ്ങനെ അവരും കണ്ടതുകൊണ്ടായിരിക്കാം, ആ ഒരു ഗ്രോത്തൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം. മേ ബി അതിനു മുമ്പ് ഞാൻ ചിലപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ഒരു റിയാക്ഷൻ ആവൂല എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പം നമ്മൾ സ്റ്റേബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മേ ബി ദേ വിൽ റിയാക്ട് ബെറ്റർ, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ള ഒരു സംഭവമുണ്ട്. അത്ര റിസ്കി അല്ല എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് വന്നിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാ സൈഡിലും ഒരു ബാലൻസിങ് ആദ്യമേ തുടങ്ങിയിരുന്നു. കൈൻഡ് ഓഫ് ബാലൻസിങ് വേണമെന്ന് വിചാരിച്ചൊന്നല്ല, അതങ്ങനെ നമ്മളൊരു നല്ലൊരു സാധനം നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബാലൻസ് ആയി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ ഡിസിഷൻ റൈറ്റ് ടൈം അല്ലായിരുന്നു എന്നോ, അല്ലെങ്കിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഡിസിഷനിൽ, അത്തരം പ്രോസസ്സിൽ? ഇല്ല, അത്
മേ ബി എനിക്കിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മേ ബി കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അത് അല്ല നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചും കൂടി ഒരു ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കുറച്ചും കൂടി കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ഫുൾ ടൈം ഓഫീസിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവും. അപ്പോൾ നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു എന്നുള്ളത് എനിക്ക് നേരത്തെ ഇറങ്ങുന്നതിന് മുമ്പേ തോന്നുന്നൊരു സാധനമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പുറത്തൊരു ടെക്നോളജി എന്നുള്ളൊരു പാഷൻ ഉണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഈ ഫേസ് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റിക്കോണമെന്നില്ല. എസ്പെഷ്യലി ഇനിയൊരു തിരിച്ചുപോക്ക് ഒരു ഹാർഡ്വെയറിലോട്ടൊക്കെ ഞാനൊക്കെ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞാലും അത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സംഭവം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അറിയുന്നൊരു കാര്യമാണ്. മേ ബി പ്രാക്ടിക്കൽ അല്ല എന്നല്ല, ഐ മീൻ ആ ഒരു തിരിച്ചുപോക്ക് മോസ്റ്റ്ലി ഉണ്ടാവില്ല, റൈറ്റ്? അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്തൊരു സാധനം ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ കൂടി അവിടെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു എംപ്ലോയി ശരിക്കും ഒരു എംപ്ലോയർ ആകുമ്പോൾ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ അവർ എക്സ്ട്രാ ആയിട്ട് പിന്നെ ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് അക്വയർ ചെയ്യാനുണ്ടോ? അജ്മൽക്ക് അങ്ങനെ എന്തെങ്കിലും അക്വയർ ചെയ്തിട്ടുണ്ടോ, ലൈക്ക് വോളണ്ടറിലി ചെയ്തിട്ടുണ്ടോ? ഈ സ്കിൽസ് അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളെ നാവൽ രവികാന്ത് അദ്ദേഹം പറയുന്നൊരു സാധനമുണ്ട്. നമ്മളെ 2 സ്കിൽസാണ് വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസ്. ഒന്നൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള സ്കില്ലാണ്. ഒരു ഓണ്ടർപ്രണർക്ക് എന്തായാലും വേണ്ട ഒരു സ്കില്ലാണ് ഡെഫിനറ്റ്ലി ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള സ്കിൽസ് എന്നുള്ളത്. രണ്ടാമത്തെ സെയിൽസ് സ്കില്ലാണ്, ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള സ്കില്ലാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണ്. ഇതാണ് അപ്പോൾ ഈ സ്കില്ല് എങ്ങനെ ബിൽഡ് ചെയ്യും, ഇത് ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ സ്കില്ല് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ എങ്ങനെയാണ് ഈ സ്കില്ല് ബിൽഡ് ചെയ്യുക? അപ്പോൾ ഒരാൾക്കൊരു സെയിൽസ് സ്കില്ല് ബിൽഡ് ചെയ്യണം. ഒരു മാസത്തെ കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ 2 മാസത്തെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരാൾ നല്ലൊരു സെയിൽസ്മാൻ ആവുമോ? ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല, ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സെയിൽസ് സ്കില്ല് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സെയിൽസ് പിച്ചിങ് ഒക്കെ നടത്തിയില്ലേ, അതങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യുക, മേ ബി ഓവർ എ പീരിയഡ് ഓഫ് ടൈമാണ് എന്ത് ചെയ്യുക ഈ സാധനം ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണമെന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു ജേണിയിൽ ഇപ്പോൾ സെയിൽസ് എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ഇപ്പോഴും മേ ബി ഞാൻ കൈൻഡ് ഓഫ് ഒരു ഇൻട്രോവേർട്ടാണ്. കൈൻഡ് ഓഫ് അല്ല, ഞാനൊരു ബൈ ഓൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എന്നാൽ അല്ല, ഞാൻ ഒരാൾ സംസാരിച്ച് തുടങ്ങിയാൽ എന്ത് ചെയ്യും, നമ്മളിരുന്ന് ഇങ്ങനെ കോൺവേഴ്സ് ചെയ്യും. പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു അധികം ആൾക്കാരൊന്നും അല്ലെങ്കിൽ ഞാൻ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിലെത്തിപ്പെട്ടാൽ പരമാവധി എന്നെ നോട്ടീസ് ചെയ്യപ്പെടാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഇന്നൊരു പരിപാടിക്ക് വിളിച്ചാൽ പോലും പരമാവധി ഒരു മൂലക്കൽ പോയിരിക്കാനാണ് എന്ത് ചെയ്യുക ഞാൻ ശ്രമിക്കുക. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. പിന്നെ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കുറേയൊക്കെ സംസാരിക്കാൻ വന്നത് അതിങ്ങനെ ചെയ്ത് നമുക്കതൊരു ശീലമായിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസ്. ഞാൻ ഓണ്ടർപ്രണർ വിടാം. ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ടുണ്ട് 2025 ഒരു പുറത്തിറക്കിയ. അവർ പറയുന്നത് എന്താണ് ടോപ്പ് 5 സ്കിൽസ്. ഒരു എംപ്ലോയിൽ നോക്കുന്ന ഒരു ടോപ്പ് 5 സ്കിൽസ് എന്താണ്? ഒന്ന് അനലിറ്റിക്കൽ തിങ്കിങ്, പിന്നെ റെസിലിയൻസ്, അഡാപ്റ്റബിലിറ്റി, എജിലിറ്റി, ഫ്ലെക്സിബിലിറ്റി. ഒരു 6ാമത്തൊക്കെയാണ് ടെക്നോളജിക്കൽ ലിറ്ററസി വരുന്നത്. അത് ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ സോഫ്റ്റ് സ്കില്ലാണ്. വെദർ എൻ എംപ്ലോയി ഓർ എൻ എംപ്ലോയർ, പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് സോഫ്റ്റ് സ്കിൽസാണ്. സോഫ്റ്റ് സ്കിൽസ് ഇൻ ദ സെൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, നമ്മളെങ്ങനെ റെസിലിയൻ്റ് ആവും. ഈ റെസിലിയൻസ് എന്നുള്ളത് നമുക്കൊരു കോഴ്സാക്കി പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു 5 മാസത്തെ കോഴ്സ് റെസിലിയൻസ് അങ്ങനെ സാധനം ഇല്ലല്ലോ. ഇത് നമ്മൾ ഹാൻഡ്സ് ഓൺ ഏൺ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം എനിക്ക് ഗുണമായി കിട്ടിയത് എന്താണ്? ഇപ്പോൾ ഇതൊരു ഹാൻഡ്സ് ഓൺ ഏൺ ചെയ്യാൻ എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ കമ്പനിയിൽ നിന്ന് ലേൺ ചെയ്യും, കോളേജിൽ നിന്ന് ലേൺ ചെയ്യും, ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യും ലേൺ ചെയ്യും. ഇപ്പോൾ നിങ്ങളെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ലിമിറ്റഡ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ സംസാരിച്ചു, അവിടെ ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. മേ ബി നിങ്ങൾ ഈ റെസിലിയൻസും അഡാപ്റ്റബിലിറ്റിയും അല്ലെങ്കിൽ ഫൗണ്ടർക്ക് വേണ്ട സ്കില്ലൊക്കെ ബിൽഡ് ചെയ്യുന്ന അവിടുത്തെ NGOൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടാവാം, അവിടുത്തെ ഓർഗനൈസേഷൻസിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാവാം. ഇങ്ങനെയാണല്ലോ നമ്മളൊരു ലീഡറായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഫൗണ്ടർ ആവണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് അതിൻ്റെ ഒരു ലിവറേജ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഭാവിയിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുണ്ട്. എൻ്റെ ജീവിതത്തിലായാലും സംഘടനാ പ്രവർത്തനം എന്നെ പല രീതിയിലും ഹെൽപ്പ് ചെയ്തു. സംഘടനാ പ്രവർത്തനം വലിയൊരു കാര്യമാണ്. നമ്മളൊരു ഒരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതൊരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളതിനൊരു മേ ബി ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ലെൻസിൽ മാത്രമല്ലല്ലോ നമ്മൾ നോക്കിക്കാണ്ടത്. 1000 ആൾക്കാർ വരുന്ന ഈവൻറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ലല്ലോ. അതിന് ഫുഡ് കൊടുക്കുക, അതിന് ആൾക്കാർക്ക് അക്കോമഡേഷൻ ഒരുക്കുക, അല്ലെങ്കിൽ അതിന് സൗണ്ട് ഒരുക്കുക, അല്ലെങ്കിൽ അപ്പോൾ ആ ടീമിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക, ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സ്കില്ല് ബിൽഡ് ചെയ്യുക. ഈ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ.
എന്നോട് ഈ ലീഡർഷിപ്പ് സ്കിൽ എവിടുന്ന് ഡെവലപ്പ് ചെയ്താന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ പറയാം നമ്മൾ സ്കൂളിൽ ലീഡർ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരു സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വേറെ തന്നെ. കാരണം അവിടെ ഒരു താല്പര്യം ഇല്ലാത്തവരുണ്ടാവും, നല്ല രീതിയിൽ താല്പര്യം ഉള്ളവരുണ്ടാവും. അപ്പൊ താല്പര്യം ഇല്ലാത്തവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്ക് നമ്മുടെ വിഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. താല്പര്യമുള്ളവരെ നമ്മൾ പ്രവർത്തിപ്പിക്കണം, അവരെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ അലൈൻ ചെയ്യിപ്പിക്കണം. അപ്പൊ ഒരുപാട് പ്രോസസ്സിലൂടെ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഇതിലെ പല ട്രേഡ്സും നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് പല സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ജനറേഷന് ശരിക്കും അത് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയത്തും. കാരണം ഈവൻ ക്യാമ്പസുകളിലായി കഴിഞ്ഞാലും സ്കൂളുകളിലായി കഴിഞ്ഞാലും സംഘടനയിൽ പ്രവർത്തിക്കാൻ പലർക്കും പല വിമുഖത ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഉണ്ട്, അതൊരു പ്രശ്നം. ഇത് മാത്രമല്ല, ഇപ്പം ഇന്നത്തെ കാലത്ത് കോളേജിലുള്ള എൻറോൾമെൻറ്റ് കുറവാണ്. ഇപ്പം എന്തുകൊണ്ട് കോളേജിൽ പോകണം എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഈ ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ, കോളേജ് പോകണോ അതോ നമ്മളൊരു സ്കില്ല് അക്വയർ ആണോ വേണ്ടത്. എൻ്റെ ചോദ്യം, അപ്പോൾ നിങ്ങൾക്കൊരു ആപ്പ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈൻ 6 മാസം കൊണ്ട് പഠിക്കാം. നിങ്ങൾ എങ്ങനെയാണ് റെസിലിയൻസ് പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അഡാപ്റ്റബിൾ ആവാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആവാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അനലിറ്റിക്കൽ തിങ്കിങ് പഠിക്കാൻ പോകുന്നത്? അത് നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു ഗുണമല്ലേ. ഈ കോളേജിൽ പോണതൊക്കെ എന്തിനാ? കോളേജിൽ പോണത് ഇപ്പോൾ വെറുതെ ആരെങ്കിലും കോളേജിൽ പോയിട്ട് വെറുതെ ഇരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കോളേജിൽ പോകുമ്പോൾ അവിടെ കുറേ പരിപാടികളുണ്ടാവും. അവിടെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ യൂണിയൻ ഉണ്ടാവും, അവിടെ കുറേ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മുടെ ആശയവുമായിട്ട് യോജിച്ച ആളുകളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്കിൽസൊക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർജിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. ഈ ഫാക്റ്റ് പല ആൾക്കാരും മനസ്സിലാക്കാത്തത് കൊണ്ട് ഇപ്പോൾ എംപ്ലോയബിലിറ്റിയും കോളേജും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മൾ സാധാരണ പറയും. ഈ എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് നമ്മൾ ആളുകളെ മേ ബി ആപ്പ് ഡെവലപ്മെൻറ്റിൽ അപ്സ്കിൽ ചെയ്താൽ മാത്രം തീരുമോ? ഇല്ലല്ലോ. ഒരു നല്ലൊരു എന്താ പറയുക, ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ അറിയാം, പക്ഷെ അവന് ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവനാരെ എംപ്ലോയ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതൊരു ഹാർഡ് പ്രോസസ്സാണ് ഈ മൊത്തം സംഭവം. അതിന് നമ്മളൊരു ജോലി എടുക്കണം എന്നുണ്ടെങ്കിലും ഒരു ഫൗണ്ടർ ആവണം എന്നുണ്ടെങ്കിലും ദിസ് എ ഹാർഡ് പ്രോസസ്സ്. ദർ ഇസ് നത്തിങ് ലൈക്ക് എന്താ ഒരു മാജിക്കൊന്നുമില്ല. നമ്മൾ പെട്ടെന്നൊരു നൊടിയുടെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാവണം. നാളെ നിങ്ങളെ വാപ്പാനോട് പറഞ്ഞിട്ട് എനിക്കൊരു 2 കോടി രൂപയാണെങ്കിൽ കുറച്ച് ആൾക്കാരും വേണം, ഈ സാധനം തുടങ്ങണം എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാരാവണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു ഹാർഡ് പ്രോസസ്സ് തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ആക്ച്വലി എന്നോട് നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അജ്മലിങ്ങനെ പോലെ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മുന്നിൽ കുറേ കുട്ടികളുണ്ട്, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ എന്തുകൊണ്ടൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് എൻ്റെ സമയമായിരുന്നു, എൻ്റെ ആ ഒരു ഏജ്. കോളേജ് കഴിഞ്ഞു, എനിക്ക് അങ്ങനെ ഒരുപാട് ബാധ്യതകളൊന്നുമില്ല, ഒരുപാട് റിസ്കുകളില്ല. അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി അല്ലെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയത് കൊണ്ട് ആ ഇനീഷ്യൽ പ്രോസസ്സ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞു, ഇത് തന്നെ നമ്മൾ ഫുൾ ടൈം ആയിട്ട് ഓപ്റ്റ് ചെയ്തു. പക്ഷെ വൺസ് ഒരു ജോബിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും ഉണ്ടാവുന്ന ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ ഒരുപാട് വാൾസ് ഉണ്ട്, ഒരുപാട് ഹേർഡിൽസ്. അത് ചാടിക്കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തത് അജ്മൽക്ക് ഒരു സൈഡിലൂടെ ഒരു സൈഡ് ഹസിലായിട്ട് അത് തുടങ്ങി, അതിനെ പറഞ്ഞ പോലെ തന്നെ പതിയെ സ്കെയിൽ ചെയ്തു. പിന്നെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആ ഒരു കോൺഫിഡൻസ് കൊടുത്തു. ഇനി അത് ഫുൾ ടൈം ആക്കി കഴിഞ്ഞാലും അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നില്ല. ആ ഒരു പ്രോസസ്സ് വളരെ മേ ബി പ്ലാൻഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പ്ലാൻഡ് ആയിരിക്കാം, ബാക്കിയെല്ലാം ഫുള്ളി പ്ലാൻഡ് ഒന്നല്ല. ഈ പറഞ്ഞ കുറച്ച് പ്ലാൻഡും കുറച്ച് അൺപ്ലാൻഡും ആയിട്ട് സംഭവിച്ചിരിക്കാം. അപ്പൊ ഇപ്പം നമ്മുടെ ഓഡിയൻസിലായി കഴിഞ്ഞാൽ എന്തിനധികം നമ്മുടെ മലയാളത്തിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഈ ജോബ് എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റിയിൽ നിന്നുകൊണ്ട് എന്നാൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവിതവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിൻ പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ, മേ ബി അതിനൊരു സംരംഭമാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ സെക്യൂരിറ്റീൻ്റെ അല്ലെങ്കിൽ ഈ കംഫോർട്ടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ കംഫോർട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കൊണ്ടുള്ള റിസ്ക് കാരണം നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു റിസ്കി ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അജ്മൽ കെയുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു മിഡ് ലൈഫിലുള്ള കൈൻഡ് ഓഫ് ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഒന്ന് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മൾ ഇതിൽ ചാടിപ്പിടിച്ച് ഇറങ്ങേണ്ട ഒരു സംഭവമല്ല ഇത്. ഒന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ബിസിനസ്സിൽ നിന്ന് എനിക്കുള്ള ലേണിംഗ് എന്താ വെച്ചാൽ, ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. എല്ലാ ഫെയിലിയേഴ്സും നമുക്ക് ഭയങ്കര കൺട്രോളബിൾ ആയിക്കൊള്ളൊന്നുമില്ല. നമ്മൾ എത്ര പ്ലാൻ ചെയ്തിറങ്ങിയാലും ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് പഠിച്ചാൽ ഒരുപാട് ഫെയിലിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഫെയിലിയേഴ്സിന് ശേഷം ഞാൻ ചെയ്തൊരു സാധനം എന്താ വെച്ചാൽ, കുറേ വായിക്കാൻ തുടങ്ങി, എസ്പെഷ്യലി ബിസിനസ്സിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങി. നമ്മൾക്ക് എൻകൗണ്ടർ ചെയ്യാവുന്ന ഭൂരിഭാഗം ഫെയിലിയേഴ്സും
ഇതിനു മുമ്പ് ഒരുപാട് ഫൗണ്ടേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അവരെടുത്തു നിന്നൊരു ലെസൺ എടുക്കുക എന്നുള്ളത് ഇതിൽ അതൊക്കെ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളായിട്ട് പുതിയൊരു സാധനം അതിൽ ഒരു റീഇൻവെൻറ്റ് ചെയ്യേണ്ട വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പഠിക്കണം. അപ്പോൾ അതിന് പുസ്തകങ്ങളുണ്ട്, ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ പോഡ്കാസ്റ്റുകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളിലും ഇൻഹറൻറ്റ് ഒരു റിസ്ക്കോ കാര്യങ്ങളോ എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാവും. രണ്ടാമത്തത്, ഇന്നത്തെ കാലത്ത് നമുക്കൊരു സംഭവം ടെസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, എസ്പെഷ്യലി ഇൻ ലാസ്റ്റ് 1-2 years. അതായത് ഞാൻ ആലോചിക്കാറുണ്ട് ഈ സമയത്തൊക്കെ കോളേജ് പഠിച്ചിരുന്നെങ്കിൽ എന്തൊരു അടിപൊളി ആയതിനെന്ന്. ഞാനിപ്പോൾ ചിന്തിക്കാറില്ല അതാ. കാരണം നമുക്കൊരു എന്താ പറയുക, പണ്ടിപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസം ഏറ്റവും മിനിമം ഒരു 10-20 ആൾക്കാർ പണിയെടുത്തിട്ടാണ് നമുക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക അല്ലേ. ഇന്ന് വേണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു സിസ്റ്റം ഇനേബിൾ ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. AI സച്ച് എ പവർഫുൾ ടൂൾ. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ മോട്ടിവേറ്റ് ചെയ്യാൻ ചുറ്റും ആൾക്കാരുണ്ടാവും. നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ ഇത് ഉഷാറാണ്, അടിപൊളിയാണ് എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. ഇത് വാലിഡേറ്റ് ചെയ്യാൻ പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. ഇന്ന് ആളുകളോട്ട് റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ്റെ സാധനം തുറക്കണം, നിങ്ങൾക്കൊരു കുട്ടീനെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു കുട്ടിയെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിപ്പിച്ച് ഫീഡ്ബാക്ക് എടുത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ, നമുക്ക് തന്നെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. ഏത് പ്രൊഡക്റ്റും അങ്ങനെ തന്നെ കേട്ടോ, ഏത് പ്രൊഡക്റ്റും നമുക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. നമ്മൾ ഈ സംഭവം ഒന്നുമില്ലെങ്കിലും ആൾക്കാരിന് പൈസ കൊടുത്ത് വാങ്ങുന്നില്ലെങ്കിലും നമ്മളിത് ചെയ്തിട്ട് ഒരു ഐഡിയക്കപ്പുറം ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഒരു ഫീഡ്ബാക്ക് എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം. ഇതൊക്കെ നമ്മളെ കുറച്ചുകൂടി എന്താ പറയുക സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക ഒരു മെത്തേഡിക്കലി എന്ത് ചെയ്യും നമ്മളൊരു നല്ല ഡിസിഷൻക്ക് എന്ത് ചെയ്യും എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പല ആളുകളും എസ്പെഷ്യലി ഞാൻ ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം ഉണ്ടാവും, നാട്ടിലൊക്കെ പോയി എന്തെങ്കിലും ചെയ്യണം, നാട്ടിൽ സെറ്റിൽ ആവണം. അത് സ്കാംസിലോട്ട് വീഴാതിരിക്കുക, ഇതും ഇതിൽ വളരെ പ്രധാനമാണ്. കാരണം നമ്മളെ സ്കാം ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അവർ, ഞാൻ പറഞ്ഞത് എല്ലാവരും നമ്മളെ മനഃപൂർവ്വം സ്കാം ചെയ്യുന്നൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷേ നമ്മൾ സ്കാമുകളിൽ ചെന്ന് പെടാനുള്ള അല്ലെങ്കിൽ മണ്ടൻ ഐഡിയകളിൽ ചെന്ന് പെടാനുള്ള ഒരു പ്രോബബിലിറ്റി ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. അങ്ങനെ കുടുങ്ങിയ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓൺട്രപ്രണറിയൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പഠിക്കണം എന്ന് പറഞ്ഞത്, പഠിക്കണം. ഇതെന്താണ്, ഇത് കുറച്ചൊരു ഹാർഡ് പ്രോസസ്സാണെന്നുള്ളതും ഇത് സമയമെടുക്കുന്ന പ്രോസസ്സ് എന്നുള്ള ആ ഒരു ബോധ്യവും നമ്മുടെ മനസ്സിൽ വേണം. ഇതൊരിക്കലും എന്തല്ല നിങ്ങളൊരു സാധനം തുടങ്ങിയിട്ട് 1 വർഷം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാം എന്നുള്ളതൊന്നും നടക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ നടക്കാനുള്ള പ്രോബിലിറ്റി എന്തായാലും വളരെ കുറവാണ്. ഇറ്റ് ടേക്ക് സം ടൈം ടു ബിൽഡ് എനിത്തിങ്. എന്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് സമയമെടുക്കും, അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു ടൈം ഫ്രെയിം ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോബ് കിട്ടിയാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ഒരു 1 ഇയറിലോട്ടൊക്കെ ഉള്ള റൺവേ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതാണ്. നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി നിങ്ങൾക്ക് സ്റ്റോക്സിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ചെറിയൊരു സൈഡ് വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് നല്ലതാണ്. ഇതൊക്കെ മേ ബി നമുക്ക് ആ ഡിസിഷൻ എടുക്കുന്നിടത്ത് എന്ത് ചെയ്യും നമുക്ക് ഹെൽപ്ഫുൾ ആകും. അതിലൊക്കെ അപ്പുറം പക്ഷേ നമ്മുടെ മനസ്സിലൊരു ക്ലാരിറ്റി വേണം, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ആ ചെയ്യാൻ പോകുന്ന സാധനത്തെ നമ്മളൊന്ന് ചെറുതായിട്ട് തുടങ്ങാനും വേണ്ടി തുടങ്ങരുത്. ബിസിനസ് തുടങ്ങാനും വേണ്ടി അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ തുടങ്ങണ്ട. നിങ്ങൾ എന്താ പറയുക, ഒരു നല്ല സ്റ്റോക്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. വെറുതെ എന്ത് ചെയ്യണ്ട. അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പൈസ ഇട്ടാൽ മതി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. ആ പറഞ്ഞ പോയിന്റ് വളരെ റെലവൻ്റ്. അപ്പോൾ ഒരു പ്രവാസിയാണെങ്കിലും ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിലൊക്കെ അവർക്ക് ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ്. അപ്പോൾ അവർക്കുള്ള റൺവേ, പേഴ്സണലി അവർക്കുള്ള റൺവേ ഉണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ പഠിക്കണം. ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് പഠിക്കണം, അതിന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിനെ കുറിച്ച് പഠിക്കണം, അവർ ഡയറക്റ്റ് അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കണം, എന്നിട്ട് അവരത് ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ശരിയാണ്. ബിസിനസ്സിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സിന്റെ ഒരു 90% മിസ്റ്റേക്സും നമുക്ക് പഠനത്തിലൂടെ ഇല്ലാതാക്കാൻ. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ, ഭൂരിഭാഗം ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് പഠിക്കേണ്ട ഒരു സാധനമല്ല എന്നുള്ള, അതെങ്ങനെയോ ഇൻബോണായിട്ട് വന്നാലേ നമ്മളെ ഉള്ളിലൊക്കെ ആ സാധനം ഉണ്ട് അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ റമീസ് പഠിച്ച ഗ്രീൻ വാലി സ്കൂളിൽ പോയപ്പോൾ അന്ന് മെസ്സേജ് ചെയ്തു. ഒരു കുട്ടീനോട് വന്ന് പറഞ്ഞു, എനിക്ക് കോളേജിൽ നിന്ന് പോകണം, എനിക്ക് ബിസിനസ് ചെയ്യണം. എന്താ ബിസിനസ് അങ്ങനെ പഠിക്കേണ്ട ഒരു സാധനം ഒന്നല്ലല്ലോ. ഇത് കുട്ടികളുടെ മൈൻഡിലേ ഉള്ളൊരു സംഭവമാണിത്. അത് ശരിക്കും തെറ്റാണ്. എത്ര പുസ്തകങ്ങൾ ബിസിനസ്സിനെ കുറിച്ചും. മേ ബി ഒരു കാര്യം നമുക്ക് പറയാം, ബിസിനസ് ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു ഡു
മാനേജ്മെൻറ്റ് പ്രാക്ടീസുകൾ മറ്റൊക്കെ വളരെ ഡിഫറെൻറ്റ്. നമുക്കൊരു മാത്സും ഫിസിക്സും പോലത്തെ ഒരു സംഭവമല്ല. പക്ഷേ ദാറ്റ് ഇറ്റ് സെൽഫ് എന്താ കാണിക്കുന്ന എന്താ, ഇവിടെ ഡിഫറെൻറ്റ് മെത്തഡോളജീസ് ഉണ്ട്, ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് KPIs സെറ്റ് ചെയ്യുന്നുണ്ട്, OKRs ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ബിസിനസ് റൺ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ പഠിക്കാനിത് ഫിസിക്സും മാത്സും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് എന്നുള്ള ആ ഒരു സാധനം തിരുത്തണം എന്നുള്ളതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാം. പഠിക്കാനുള്ള സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, എല്ലാ വർഷവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ അത് പഠിക്കണം. അതന്നെ. അപ്പൊ ആ പഠിക്കുന്നതിലൂടെ തന്നെ ഇവർക്ക് ഒരുപാട് റിസ്കുകൾ ഒഴിവാക്കാൻ പറ്റും. അതായത് നമ്മളൊരു ജോബിൽ നിന്നും ഒരു എംപ്ലോയർ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ലൈഫിലേക്കൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാവുന്ന പേടി അത് ശരിയാവോ അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആവോ എന്നുള്ളതായിരിക്കും. അപ്പൊ അതിന്റെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ പഠനത്തിലൂടെ തന്നെ നമുക്ക് സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഇതിന് അലൈഡായിട്ടും ഇനി പഠിക്കാൻ വേറെ ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു യൂണിറ്റ് എക്കണോമിക്സ് നമ്മൾ നിർബന്ധമായിട്ടും ഇത് അറിയാതെ നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ബേസിക് ഫൈനാൻസ് നമ്മളൊരു CFO ഒന്നും ആവണ്ടല്ല, അല്ലെങ്കിൽ ഒരു CA കാരനോ അല്ലെങ്കിൽ കമ്പനിയിലോസ് ഒന്നും അറിഞ്ഞില്ലാന്നുണ്ടെങ്കിലും ഒരു ബേസിക് ഫൈനാൻസസ് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അത് എങ്ങനെയാണ് ബേസിക്കലി റൺ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫണ്ടിങ് മറ്റ് സ്ട്രക്ചറോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കണം. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇതിലെല്ലാം ഭയങ്കരമായിട്ട് ഫിക്സ്ഡ് ചെയ്ത് ഭയങ്കര ഒരു പ്ലാൻ ഉണ്ടായി പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഇതൊക്കെ നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. സോ ദാറ്റ് നമുക്ക് ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മുതലാക്കണം. ഇതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയൊരു ഫിയറാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. അപ്പോൾ അജ്മൽക്കയെ സംബന്ധിച്ച് ഇന്ത്യൽ എന്ന് പറയുന്ന ഒരു എംപ്ലോയി അതൊരു ഡെസിഗ്നേഷനാണ്, ഒരു ടാഗാണ് നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ളത്. അതിൽ നിന്നും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ളതിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ അലട്ടുന്നത് പ്രവാസികളെയാണ്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് ഒരു ഗൾഫുകാരൻ അല്ലെങ്കിൽ ഒരു ദുബായ്ക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രവാസി എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്നും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവുമ്പം അത് എൻ്റെ റെസ്പെക്റ്റ് കുറയോ അല്ലെങ്കിൽ നാട്ടിൽ എനിക്കുള്ള നിലയും വിലയും കുറയോ അല്ലെങ്കിൽ അത് എന്നെ പോസിറ്റീവ്ലി ആയിരിക്കും നെഗറ്റീവ്ലി ആയിരിക്കും എഫക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ഒരു ഫിയർ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത് എന്താണ്? മേ ബി എന്നെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് അത്ര വലിയതായിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് അപ്പുറത്ത് എനിക്ക് ഓൾറെഡി യൂട്യൂബിലൊക്കെ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാം, അറിയാം ഇയാളെന്താ ചെയ്യുന്നതെന്നുള്ളതും ആ ഒരു സംഭവമുണ്ട്. പിന്നെ പക്ഷേ ഈ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് സ്വാഭാവികമായിട്ടും എന്താണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സിനും എടുക്കാം. ഡോക്ടേഴ്സിന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി റെസ്പെക്റ്റും കാര്യങ്ങളും, തല്ലും കിട്ടും റെസ്പെക്റ്റും കിട്ടും, രണ്ടും സോഷ്യലി എന്താണ് അങ്ങനത്തെ ഇപ്പം അധികം സമ്മതിക്കൂല, അങ്ങനെ തന്നെയാണ് ജനറലി ഉള്ളത്, റൈറ്റ്. അപ്പോൾ പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ളതിന് അങ്ങനെ ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഒക്കെ നമ്മുടെ നാട്ടുകാർ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ശരി, എനിക്കറിയില്ല അത്. പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിലൊന്നും മേ ബി അത്രത്തോളം ഈ സംഭവങ്ങളൊന്നും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് എന്താണെന്ന് ഒരു പബ്ലിക്കിന് അറിയാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ആൾക്കാർ ചിലപ്പോൾ പത്രത്തിൽ ഫോട്ടോ വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ചാനലിൽ എന്തെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പം എന്നോടൊക്കെ ചില ടെക് ഫൗണ്ടേഴ്സ് പറയുന്നുണ്ട്, വേറെ ബിൽ ബോർഡ്സൊക്കെ വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നാട്ടിലൊരു നരിമ്പരി വന്നത്. ആ ഒരു ബിൽ ബോർഡ്സിൽ നമ്മളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ വന്നു എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ഫൗണ്ടേഴ്സും ഇങ്ങനെ ആയിക്കോളും. ഭൂരിഭാഗം ഫൗണ്ടേഴ്സിനും അവരെ ഫോട്ടോ ഒന്നും ബിൽ ബോർഡിൽ വരാനോ അല്ലെങ്കിൽ ഈവൻ പത്രത്തിൽ വരാനോ പോണില്ല. കാരണം അങ്ങനത്തെ പ്രൊഡക്റ്റ് ആവില്ല എന്ത് ചെയ്യുന്നത്, ബേസിക്കലി അവർ ചെയ്യുന്നത് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ മേ ബി ഒരു ഫൗണ്ടർക്ക് വേണ്ടത് ഇത്തരം സാധനങ്ങളെ കുറിച്ചുള്ള ഒരു സംഭവം നമ്മൾ ഷെഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമേജിനെ കുറിച്ച് നമ്മൾ ഓവർ ബോധേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പിന്നെ ഒരു ബേർഡൻ ആവാനായിരിക്കും സാധ്യത കൂടുതലാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമ്മളങ്ങനെ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതോ. സ്പെസിഫിക് ടു പ്രവാസി പറയുകയാണെങ്കിൽ സ്പെസിഫിക് ടു പ്രവാസി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫുകാരൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാലും ഇനിയിപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒരു ഗൾഫുകാരനാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ ആ ഇമേജിൽ നിന്ന് മേ ബി എന്താ പറയുക, ആ ഇമേജ് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് ഇനീഷ്യലി എന്തായാലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ല. നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതിലോട്ട് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ കുറച്ച് വെക്കുന്നതാണ് ബേസിക്കലി നമുക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഒരു സംരംഭത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവെയർ ആവാതിരിക്കുക ആണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ PR ഇപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ നീഡാണ്. അത് മലബാറിലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര എന്താണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഇപ്പോൾ പലതും എന്ത് ചെയ്യാറുള്ളത്, ഫീൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡെഫിനറ്റ്ലി ചില ബിസിനസ്സിന് ലെവൽ ഓഫ് PR മറ്റു സാധനങ്ങളൊക്കെ വേണം. പക്ഷെ എന്നാലും മേ ബി ഒരാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആൾക്കാരും ഉണ്ടാവും കേട്ടോ, ഞാൻ അതിനൊന്നും പറയില്ല. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങി, ഇപ്പോൾ നമ്മളെ PR വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനപ്പുറം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മേലെ ആയിരിക്കും നമ്മുടെ സമയവും നമ്മുടെ പണമൊക്കെ നമ്മൾ ശരിക്കും സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഇമേജ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില കമ്പനീസൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പൂട്ടിപ്പോയ കമ്പനീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഓഫീസ് മറ്റു സാധനങ്ങൾ സെറ്റപ്പ് ടെക്കിലുണ്ട്, ടെക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ആ ഒരു ബൂം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഇറക്കും. ഈവൻ പ്രൊഡക്റ്റ് ഇറങ്ങി ഫസ്റ്റ് ആൾക്ക് സെല് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു സംഭവം വെടി തീർന്നിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഈഗോ കൊണ്ടുണ്ടാവുന്നതാണ് പലതും. എൻ്റെ കമ്പനി പറഞ്ഞാൽ അങ്ങനെ ആവണം, എൻ്റെ കമ്പനിക്ക് അങ്ങനെ അടിപൊളി ഓഫീസ് വേണം, എൻ്റെ കമ്പനിക്ക് എനിക്ക് ഇരിക്കാവുന്നൊരു കറങ്ങുന്ന ചെയർ വേണം. ഞങ്ങൾക്കൊരു കോവർക്കിംഗ് സ്പേസ് എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നും എക്സ്പാൻഡ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഒരു കോവർക്കിംഗ് സ്പേസൊക്കെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കാറുള്ളത്. കാരണം പരമാവധി എങ്ങനെ മിനിമലായിട്ട് അപ്പോൾ ഞാൻ നമ്മളെ ID ഫ്രഷ് ഫുഡിൻ്റെ PC മുസ്തഫ, PC ഞാൻ കാണാൻ പോകുന്നൊരു, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നൊരു സമയത്ത് ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ IDയുടെ ഓഫീസ് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു സാധനമല്ല ഒരു കോവർക്കിംഗ് സ്പേസിൽ ഇരിക്കുന്നത്. വലിയൊരു കമ്പനി, ഒരു 6,000 crore കമ്പനിയുടെ ഒരു CEO ഒരു കോവർക്കിംഗ് സ്പേസിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു ഇവിടുത്തെ ബാത്റൂം ഫെസിലിറ്റീസ്, ഇവിടുത്തെ ഇൻ്റർനെറ്റ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊരു ഇടങ്ങാറാണ്. അപ്പോൾ എനിക്കവിടെ എത്രയും നല്ലല്ലേ ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? IDൻ്റെ നല്ലൊരു മോഡലാണ്. അവർ ഈവൻ വാഹനങ്ങൾ പോലും എന്താണ്, അവർ റെൻറ്റഡ് ആണ്, റൈറ്റ്? എങ്ങനെ നമുക്ക് CapEx കുറച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള പൈസ സ്പെൻഡിങ് കുറച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രവാസികൾ പ്രത്യേകിച്ച്, ഇപ്പോൾ നമ്മൾ നാട്ടിലൊരു ഗൾഫുകാരൻ വരുമ്പോൾ അയാളുടെ നിന്ന് ഒരുപാട് സ്പെൻഡിങ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്. ആ ഒരു ഈഗോ എന്ത് ചെയ്യരുത്, നമ്മളൊരു സാധനം നാട്ടിൽ തുടങ്ങുമ്പോൾ എന്തോ ഭയങ്കര സംഭവം ആവണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവാനുള്ള സാധ്യതയും അവിടെ വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് രസകരമായിട്ടുള്ള എന്താ എനിക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ 9 to 5 ജോബ്, മേ ബി അവിടെ 9 to 5 ആയിരിക്കില്ല, പക്ഷെ ഒരു കോർപ്പറേറ്റ് ജോബ് എപ്പോഴെങ്കിലും മിസ് ചെയ്യലുണ്ടോ ഈ ഒരു ഫൗണ്ടർ ലൈഫിൽ വന്നതിന് ശേഷം? എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളൊരു സാധനം, ഞാൻ ടെക്നോളജിയെ എസ്പെഷ്യലി, എനിക്ക് ഫിസിക്സും മാത്സും ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് അപ്പോൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കോർ ടെക്നോളജി ഉണ്ടല്ലോ, ആ സാധനത്തെയാണ് മേ ബി കുറച്ച് മിസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ മോർ ദാൻ സോഫ്റ്റ്വെയർ ഇന്ന് വേൾഡിനെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നൊരു സാധനം സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് അത്രയും എക്സൈറ്റിംഗ് ടൈമിലൂടെയാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആക്ച്വലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിലുള്ളൊരു നമ്മുടെ എല്ലാ AI എക്കോസിസ്റ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് NVIDIA, Intel, TSMC, സാംസങ് ഇങ്ങനത്തെ ഒരുപാട് കമ്പനികളെയാണ്. അപ്പോൾ ആ ഒരു സാധനത്തിലുള്ള ഒരു മിസ്സിങ് ഉണ്ടല്ലോ, അതൊരു എന്താ പറയുക, ഇപ്പോഴും ഞാൻ എന്നും ഇന്ത്യൻ്റെ സ്റ്റോക്ക് പ്രൈസും TSMCൻ്റെ സ്റ്റോക്ക് പ്രൈസൊക്കെ നോക്കിയിട്ട് അത് സ്റ്റോക്ക് പ്രൈസിൻ്റെ വാല്യൂ എന്നുള്ളതിലപ്പുറം ലൈക്ക് വാട്ട് ഈസ് മൂവിങ് ദാറ്റ് നീഡിൽ എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇന്ത്യ ഹാസ് ഡബിൾഡ് ഇറ്റ് സ്റ്റോക്ക് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഈ ഒരു സാധനം ആ ഒരു ടെക്നോളജിയിൽ, ആ ടെക്നോളജി കോറിൽ വർക്ക് അത് കുറച്ച് മിസ്സിങ് ആണ് ആക്ച്വലി. അത് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആ ഒരു ഭാഗം കുറച്ച് മിസ്സിങ് ആണ്. പക്ഷെ അതിങ്ങനെ കുറേ ന്യൂസൊക്കെ വായിച്ച് അതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ജോലി ചെയ്യണമെന്നില്ലല്ലോ, കുറേ ന്യൂസൊക്കെ വായിച്ച് നമ്മൾ അതിനെങ്ങനെ ഫോളോ ചെയ്തിട്ട് അതിൽ സംതൃപ്തിയാണ്, കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഇടയ്ക്ക് ഓഫീസിൽ ആരോടും ചോദിക്കും എന്താ സംഭവിക്കുന്നത്, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ പണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കിടക്കുന്നത് ചോദിക്കും. അവസാനമായിട്ട് ഞാൻ ഒരു ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു കോർപ്പറേറ്റ് ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്, അബ്രോഡ് തന്നെയാണ്, ഞാൻ GCC കൺട്രിയിൽ ഒരു കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക. നാളെ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്യാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം, അതെൻ്റെ കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പം ഞാൻ നാളെ ജോബ് റിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജോബ് റിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഞാൻ അജ്മൽക്കയുടെ അടുത്ത് വന്നിട്ട് ഉപദേശം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തരാനുള്ള ഉപദേശം എന്താണ്? ഒന്ന്, ജോബ് റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു ഐഡിയയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു വാലിഡേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂവ് ഹെഡ്. ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ആ ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. പലപ്പോഴും ബിസിനസ് ഉണ്ടാവുന്നത് ബിസിനസ്സുകൾ ആളുകൾ മനസ്സിലാണ്. ഈ മനക്കോട്ട കിട്ടുക എന്നുള്ളത് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് ഉള്ള സാധനമാണ്. ഇത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ 100 റുപ്യ, അപ്പോൾ ഇത് 1000 ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ 1 ലക്ഷം റുപ്യ അല്ലേ, അപ്പോൾ ഇത് 10,000 ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ 10 ലക്ഷം റുപ്യ, അപ്പം ഞാൻ എന്താവും എന്നുള്ള ആ ഒരു സാധനം മൈൻഡിൽ വർക്ക് ചെയ്തിട്ടാണ്. എന്നാൽ ഇത് ചിലപ്പോൾ ഒരാൾ പോലും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്താക്കാൻ നമ്മൾ ഇതിലോട്ട് ഇറങ്ങാൻ. അതാ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ഇത് ഡിസിഷൻ ഉറപ്പിച്ചു, എന്തായാലും നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്ന് റാഷണലി നമ്മളൊന്ന് ആലോചിക്കുക. എന്താണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കുറേ സക്സസ് സ്റ്റോറീസ് മാത്രമാണോ, അതല്ല നമ്മുടെ അടുത്ത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
2 ഇതിൽ ഫെയിലിയർ ഉണ്ടാവും, ഹാർഡ്ഷിപ്പ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എന്താ പറയുക മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും മനസ്സിൻ്റെ ഒരു പ്രത്യേകത ലീനിയർ ആയിട്ടാണ് ചിന്തിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ പഠിച്ചാൽ 50 മാർക്ക് കിട്ടുകയാണെങ്കിൽ 10 മണിക്കൂർ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടണം? 100 മാർക്ക് കിട്ടണം. പക്ഷേ യാഥാർത്ഥ്യം 10 മാർക്ക് പഠിച്ചാൽ 50-60 ആവുള്ളൂ എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ നോൺ ലീനിയറാണ്. അതായത് ഇതിൻ്റെ മാത്സിൻ്റെ ഭാഷയിൽ ഇതൊരു എക്സ്പൊണൻഷ്യൽ കർവാണ്, ഇ പവർ എക്സ് ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദ ഗ്രോത്ത് ഈസ് ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലീനിയർ സ്കെയിലിൽ ഉണ്ടാവുക സ്ലോവറാണ്. ബട്ട് ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഇത് എന്ത് ചെയ്യും? ഇത് ഷൂട്ടപ്പ് ചെയ്യും. അതുവരെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക എന്നുള്ള ഒരു സംഭവമാണ് എന്തുള്ളത് ഇതിൽ ഉള്ളത്. പിന്നെ ഇനി ഫെയിലിയർ ഉണ്ടാവാം. ആ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫെയിലിയർ എന്താ പറയുക, ആ സമയത്ത് എന്താ പറയുക, സങ്കൺ കോസ്റ്റ് ഫാളസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ നിർത്തണം, എവിടെ വെച്ച് നിർത്തണം എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഏത് പോയിന്റ് വരെ എനിക്ക് പോവാം. കാരണം അയാൾക്ക് ചിലപ്പോൾ ഒരു 2 വർഷത്തിന് 3 വർഷത്തിനപ്പുറം ആ ജോലിക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റിക്കോണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ 1.5 വർഷത്തിനപ്പുറം പോകുമായിരിക്കാം. ആ 1.5 വർഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ 1.5 വർഷം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട്, പല ആൾക്കാരും മനസ്സിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രശ്നം ഒരു 10 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തു, 10 ലക്ഷം റുപ്യ പോയി വിചാരിക്കാം. ഞാൻ 10 ലക്ഷം തിരിച്ചിട്ടാണ് വീണ്ടും ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുടെ ആൾക്കാർ പോവുക. പകരം നമ്മളെന്താ ആലോചിക്കേണ്ടത്? ഇനി അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ആ 10 ലക്ഷം റുപ്യ നഷ്ടമായിരിക്കും, പക്ഷേ അടുത്ത് സ്പെൻഡ് ചെയ്യാനുള്ള 10 ലക്ഷം റുപ്യ എന്തായിരിക്കും? ലാഭമായിരിക്കും. അല്ലെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ നമ്മളൊരു കട്ട് ഓഫ് പോയിൻ്റ് എവിടെയാണ്? നമ്മളിതിൽ പോയിട്ടൊരു കട്ട് ഓഫ് പോയിൻ്റ് എവിടെയാണ്? ഈ ഒരു സാധനം ഡിസൈഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബിയോണ്ട് ദാറ്റ് പോയിന്റ് ഇനിയിപ്പോൾ തിരിച്ച് ജോലിക്ക് വരണമെന്നില്ല, ഈ ഒരു സാധനം നിർത്താമല്ലോ, എന്നിട്ട് വേറൊരു സംഭവത്തിലോട്ട് നമുക്ക് മേ ബി പോകാമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈഗോ ആണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഈഗോ എന്നുള്ളൊരു സാധനം നമ്മൾ തോന്നുന്നൊരു ഫൗണ്ടർ നിർബന്ധമായിട്ടും മാറ്റി വെക്കേണ്ട ഒരു സംഭവമാണ്. എല്ലാ നിരക്കുള്ള ഈഗോ, സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ പൈസ സ്പെൻഡ് ചെയ്ത് നിർത്തുക, അത് ബാക്കിയുള്ളവരെ ഷോ ഓഫ് ചെയ്ത് നിർത്തുക, ആ ഈഗോ നമ്മൾ ഒന്ന് മാറ്റി വെക്കണം എന്നുള്ളത് മേ ബി ഞാനൊരു ഫൗണ്ടറോട് ഞാൻ പറയും. അപ്പോൾ ലാസ്റ്റ് 1 hour നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് ജോബിൽ നിന്നും ഒരു എംപ്ലോയർ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ലൈഫിലേക്കുള്ള ട്രാൻസിഷൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കോർപ്പറേറ്റ് ജോബിലുള്ള, പ്രവാസ ജീവിതത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം പേരും സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സംരംഭം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ആഗ്രഹത്തിന് പല അടിസ്ഥാനങ്ങളുണ്ടാവാം. ഈ പറയുന്നത് പോലെ വേറെയുള്ളവരുടെ സക്സസ് ലൈഫ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവാം. എന്നാൽ ഒരു പെയിൻ പ്രോബ്ലം കണ്ടിട്ട് അത് സോൾവ് ചെയ്യാനുള്ള ഡെസ്പറേഷനിൽ ഇരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്കൊക്കെ അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹേർഡിൽ ചാടിക്കിടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു ഫൈനൽ ഔട്ടായിട്ട് അല്ലെങ്കിൽ ഫൈനൽ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവും ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും കഴിഞ്ഞൊരു മണിക്കൂർ ഈ ഒരു ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വിളിക്കുകയും ആ ക്ഷണം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഈ ഒരു മിഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്ത അജ്മൽക്ക് ഒരുപാട് നന്ദി. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഒരാളെ സംരംഭകരാവാൻ അല്ലെങ്കിൽ സംരംഭകരാവാൻ ഓൾറെഡി തീരുമാനിച്ച ഒരാളെ നമ്മൾ ഒരു സ്റ്റെപ്പ് അഹെഡിലേക്ക് പോകാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അയാൾ നാളെ ഒരു സംരംഭം തുടങ്ങുകയും ആ സംരംഭം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഈ വീഡിയോക്ക് സാധിക്കും വിചാരിക്കാം. ഇൻഷാല്ലാ താങ്ക്സ് ഫോർ കോളിങ്. ഞാൻ ലാസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പൊതുവെ ഇങ്ങനത്തെ കുറേ പോഡ്കാസ്റ്റുകൾ എൻ്റെ വീഡിയോസൊക്കെ ഇരിക്കാറുണ്ടെങ്കിലും ഞാൻ കൂടുതൽ എഡ്യൂക്കേഷനെ കുറിച്ചും കരിയേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളത്. ഞാൻ എൻ്റെ കരിയറിനെ കുറിച്ച് ഇത്ര ഓപ്പണപ്പ് ചെയ്ത് സംസാരിച്ച വേറൊരു വീഡിയോ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് ഞാൻ പൊതുവെ എൻ്റെ വീഡിയോയിൽ അങ്ങനെ പറയാത്ത ഇപ്പോൾ മുമ്പത്തെ സ്റ്റാർട്ടപ്പ് ഫെയിലിയേഴ്സ് ഒക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാത്തതെന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറിയൊന്നും അങ്ങനെയൊന്നും പറയാൻ എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന് ഒരു വലിയൊരു സംഭവം അങ്ങനെ വലിയൊരു സ്റ്റോറിയൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ മേ ബി ഈ സ്റ്റോറി ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസിഷൻസ് ചില പോയിന്റ്സ്, ചില തോട്ട്സ് ഇത് മാത്രമാണ് ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അത് മേ ബി നമ്മൾ ഡിസിഷൻ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.